السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يعلمون ظاهرا من الحياة الدنيا وهم عن الآخرة هم غافلون. സ്നേഹമുള്ള ഈ രാവിലെ മുതൽ ഇന്നുച്ചവരെ നമ്മുടെ ഈ കോട്ടയത്തെ പരിസര പ്രദേശങ്ങളിൽ വീടുകളിൽ വന്ന് ക്ഷണിച്ചതിൻ്റെ ക്ഷണം മാന്യമായി സ്വീകരിച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ ഈ പ്രതികൂല സാഹചര്യത്തിലും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിശിഷ്ടാതിഥികളെയാണ് ആദ്യമായി അഭിസംബോധന ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്ന സംഘടിപ്പിച്ച സംഘാടകരും ഇവിടുത്തെ ജില്ലാ നേതാക്കളും ഈ പരിപാടി ആദ്യാന്ത്യം ശ്രവിച്ചേ പോകൂ എന്ന് നിർബന്ധം പിടിച്ചിവിടെ ഇരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, ഇവിടെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മാത്രമേ ഈ പരിപാടി സമാപിക്കാവൂ എന്ന ഒരു നിർബന്ധം ഈ സംസാരിക്കുന്ന ഞങ്ങൾക്കും ഈ സംഘാടകർക്കുമുണ്ട്. അത് ബോധ്യപ്പെടുത്തുവാനാണ് ഈ അവസാനത്തെ സമാപന സംസാരത്തിൽ ഞാൻ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. സ്വാഭാവികമായും ഒരു സംശയം ഈ പരിപാടിയെ അടുത്തു നിന്നും ദൂരെ നിന്നും വീക്ഷിക്കുന്നവർക്കുണ്ടായിരിക്കും. ഏകദേശം 18,000-ഓളം വീട്ടുപടികളിൽ രണ്ടാളു വീതം ലഘുലേഖയും സീഡിയുമായി ചെന്നപ്പോൾ ഒരു 10-50,000 മനസ്സുകൾ ചിന്തിച്ചു കാണും. ഈ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും തലേന്നാൾ പുറപ്പെട്ട് ഇവിടെ അന്തിയുറങ്ങി എന്തിനാണ് ഞങ്ങളുടെ വീടുകൾ തേടി ഇവർ വന്നത്? അത് സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. അതിനൊരു ഉത്തരം നമ്മൾ വേണ്ട രൂപത്തിൽ കോട്ടയത്ത് ഇവിടെ നിൽക്കുന്ന ആളുകളെ ബോധ്യപ്പെടുത്താതെ തിരിച്ചുപോയാൽ ഒരുപക്ഷെ അവർ സ്വയം ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കും. അത് നാം വിചാരിക്കുന്ന മഹത്തായ ഒരു ദൗത്യത്തെയും ലക്ഷ്യത്തെയും ദുർവ്യാഖ്യാനിക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വീടുകൾ സന്ദർശിച്ച എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇത് നമ്മുടെ മലബാർ പ്രദേശങ്ങളിലൊന്നും നടന്നതുപോലെയല്ല. ഒരു 100 വീട്ടിലെത്താൻ മലകളും കുന്നുകളും അതേപോലെ തന്നെ ഇടവഴികളും ചവിട്ടി ധാരാളം അടികൾ മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു വീട് കാണാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഉച്ചവരെ നടന്ന ക്ഷീണം മാറാൻ പലരും ഒരുപക്ഷെ ഈ പരിപാടി വരെ തൊട്ടടുത്ത പള്ളിയിൽ വിശ്രമിക്കുകയായിരുന്നു. ചിലരൊക്കെ ക്ഷീണിച്ചുറങ്ങുകയായിരുന്നു. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഒരു 10 രൂപയോ ഒരു 5 രൂപയോ ഒരു ചെറിയ പെട്ടി കാണിച്ച് ഞങ്ങളുടെ ഒരു ദീനീ പ്രവർത്തനത്തിന് നിങ്ങൾ തരണമെന്ന് നമ്മൾ വീടുകളിൽ എത്തുമ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ ഒരിക്കലും ആ വീട്ടുകാരൻ നമ്മൾ ഇറങ്ങിപ്പോരുമ്പോൾ എന്തിനാണ് ഈ സാധു എൻ്റെ വീട്ടിൽ വന്നതെന്ന് ചിന്തിക്കുകയില്ല. കാരണം ഒരു 10 രൂപയോ 5 രൂപയോ കിട്ടിയാലും എല്ലാ വീടുകളും ഇറങ്ങുമ്പോൾ ഒരു ദിവസത്തെ കൂലിയാകുമല്ലോ, അതിന് വന്നതായിരിക്കാം ഈ സാധു എന്ന് അയാൾക്കൊരു ഉത്തരം കണ്ടെത്താമായിരുന്നു. അതുമല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പ്രാദേശിക പാർട്ടിയുടെയെങ്കിലും ഒരു ചെറിയ പതാകയുടെ ഒരു പകർപ്പ് മാറിടത്തിൽ കുത്തിയാണ് വീട് സന്ദർശിച്ചതെങ്കിൽ ഇതടുത്ത ഭാവിയിലേക്കുള്ള പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ലോഞ്ചിങ് ആയിരിക്കും എന്നവർക്ക് സമാധാനിക്കാമായിരുന്നു. ഇതൊന്നുമില്ലാതെ തരുന്നൊരു ഗ്ലാസ് വെള്ളം പോലും വേണ്ടെന്ന് പറഞ്ഞ് ആത്മാർത്ഥത സ്ഫുരിക്കുന്ന മുഖത്തോടുകൂടെ ഞങ്ങളെ കാത്തിരുന്ന് ബെല്ലടിച്ച് ഒരു പക്ഷേ ചെറിയൊരു വിസമ്മതം പ്രകടിപ്പിച്ചിട്ടും ഞങ്ങളോട് സംസാരിച്ചത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. സുഹൃത്തുക്കളെ, ഒരു പക്ഷേ ഈ നടന്നു വന്നവരും ഈ സംസാരിക്കുന്ന നമ്മളെ എല്ലാവരെയും കാണുമ്പോൾ ഇവിടെ നമ്മൾ ചെന്നു കണ്ട
മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായിട്ടുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. നമുക്ക് ഭക്ഷണം വേണം, വാഹനം വേണം, അതേപോലെ തന്നെ വസ്ത്ര സൗകര്യങ്ങൾ വേണം, എല്ലാം വേണം. ഈ ഭൗതിക ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളെയും എല്ലാ ജീവിത സാഹചര്യങ്ങളെയും മാറ്റിവെച്ച് ജീവിതത്തെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു സൂഫിസത്തെയോ അതേപോലെ തന്നെ ഈ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ഒരവസ്ഥയും നമുക്കില്ല. പക്ഷേ ഈ ചിന്തിക്കുന്ന തന്റെ മക്കളുടെ പഠനത്തെക്കുറിച്ചും വിദ്യാഭ്യാസത്തെക്കുറിച്ചും തന്റെ ഭാര്യയോടൊപ്പം ഒന്നിച്ചുറങ്ങാൻ ശാന്തമായ ഒരു വീടെന്നുണ്ടാകുമെന്ന ചിന്തയ്ക്കും ഒപ്പം തന്നെ അതിനപ്പുറത്തുള്ള ഒരു ചില കാഴ്ചപ്പാടുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ യഥാർത്ഥത്തിൽ വേരൂന്നിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ പാരായണം ചെയ്തൊരു വചനം നമ്മളെ ചിന്തിപ്പിക്കുന്ന ഖുർആനിക വചനമാണ്. ഇഹലോക ജീവിതത്തിന്റെ ബാഹ്യമായ ചില കാര്യങ്ങളെ കുറിച്ചാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളെ, ഈ ചിന്തകൾക്കും ഈ ആലോചനകൾക്കും ഈ നിത്യജീവിതത്തിലെ പ്രതിസന്ധികൾക്കും അപ്പുറത്തൊരു വലിയ ആലോചന ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അത് വഹും അനിൽ ആഖിറത്തിഹും ഗാഫിലൂൻ. എന്തായിരുന്നാലും മരിച്ചതിനു ശേഷം ശരീരത്തോടെ ആത്മാവോടുകൂടെ മരണമില്ലാത്ത ഒരു ലോകത്ത് തിരിച്ചു വരുമെന്നത് സംശയം അല്പം പോലുമില്ലാത്ത ഒരു വിശ്വാസമായി യഥാർത്ഥത്തിൽ ഈ സംസാരിക്കുന്ന എന്നുടെയും അതേപോലെ തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് കയറി വന്ന ഈ നൂറുകണക്കിന് സുഹൃത്തുക്കളുടെയും മനസ്സിലുണ്ട്. അത് സത്യമാണ് സുഹൃത്തുക്കളെ. ഞാൻ ഒരു വേള അതിന്റെ തെളിവുകൾ പറയുന്നതിന് മുമ്പ് എന്റെ ശബ്ദം ഈ ക്ഷണം സ്വീകരിച്ചു വന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത്, നമ്മൾ നമ്മുടെ ചുമലേറ്റി കൊണ്ടുപോയി സെമിത്തേരികളിലും പള്ളി മക്കാമുകളിലും അടക്കം ചെയ്ത നമ്മുടെ പൂർവികരോ അല്ലെങ്കിൽ ശേഷം പോകാനിരിക്കുന്ന ഞാനോ നിങ്ങളോ കണ്ണു തിരുമ്മി പൂർണ്ണ ജീവിതത്തോടു കൂടെ ഈ ഭൂമിയിൽ ഒരു ദിവസം എഴുന്നേറ്റു വരുമെന്ന് പറയുന്നത് സത്യമാണെങ്കിൽ സുഹൃത്തുക്കളെ, എന്തായിരിക്കും അവസ്ഥ? ഒരു വേള ചിന്തിക്കൂ. അത് ബോധ്യപ്പെടാതെ തന്നെ, അതിന്റെ തെളിവുകൾ പരാമർശിക്കപ്പെടാതെ തന്നെ ഞാൻ ചോദിക്കുന്നു, നാം ചുമലേറ്റി അല്ലെങ്കിൽ നാം വിറകുമുട്ടികളിട്ട് കരിച്ച് വെണ്ണീറാക്കി ഒരസ്ഥി പോലും ആ വെണ്ണീരിൽ തിരഞ്ഞാൽ കാണാത്ത വിധം ദ്രവിപ്പിച്ചു കളഞ്ഞവർ ഈ ഭൂമിയിൽ നിന്ന് കൺ തുറന്ന് എഴുന്നേറ്റു വരും എന്നതാണ് സത്യമെങ്കിൽ എന്തായിരിക്കും ആ എഴുന്നേറ്റു വരവിന്റെ അവസ്ഥ? യഖ്റുജൂന മിനൽ അജ്ദാസി സിറാഅ കഅന്നഹും ഇലാ നുസുബി യൂഫിലൂൻ. പഴകി ദ്രവിച്ച കബറുകളിൽ നിന്നും അവർ എഴുന്നേറ്റു വരും. ഒരു നാട്ടിവെക്കപ്പെട്ട നാട്ടയിലേക്ക് പുറപ്പെട്ടോടുന്ന പോലെ അവരോടുമെന്നാണ്. ആ ദൃശ്യം കണ്ണുകളിൽ ഒരു ലൈവായി കാണുന്ന രൂപത്തിൽ ഖുർആൻ പറയുന്നു, കഅന്നഹും ജറാദും മുൻതശിർ. വെട്ടുകിളി കൂട്ടങ്ങൾ വരുന്ന പോലെയാണ് മണ്ണെന്ന് മനുഷ്യൻ വരുന്നത്. വെട്ടുകിളികൾ കൂട്ടം കൂടി വരുന്ന ഒരു 100 ഏക്കറുള്ള ഒരു ഗോതമ്പ് വയൽ, അമേരിക്കയിലെ ഗോതമ്പ് വയൽ നശിപ്പിക്കാൻ ഒരു വെട്ടുകിളി കൂട്ടത്തിന് മിനിറ്റുകൾ മതി. ഒരു വെട്ടുകിളി ഒരു കതിർ പറിക്കുമ്പോഴേക്കും ആയിരക്കണക്കിന് വെട്ടുകിളികൾ ഒരു വലിയ ഗോതമ്പ് വയലിനെ മരുഭൂമിയാക്കിയേക്കുമെന്നാണ്. ആ വെട്ടുകിളി കൂട്ടങ്ങൾ വരുന്ന പോലെ മണ്ണിൽ നിന്നും മനുഷ്യൻ ഒന്നിച്ചു വരുന്ന ഒരു ദിവസം. യൗമ യഖൂമുന്നാസു കൽഫറാശിൽ മബ്സൂത്ത്. ചിന്നിച്ചിതറപ്പെട്ട പാറ്റ പോലെ മനുഷ്യന്മാർ ഭൂമിയിലേക്ക് തെറിച്ചു വീഴുന്ന, ഭൂമി പിളർന്ന് മനുഷ്യൻ പുറത്തേക്ക് വരുന്ന ഒരു ദിനമുണ്ടെന്നാണ്. സഹോദരങ്ങളെ, ഒരുപക്ഷെ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തതിന്റെ കാരണം ഖുർആൻ പറയുന്നുണ്ട്. മനുഷ്യന്റെ കഴിവിനോട് ഈ പ്രപഞ്ചനാഥന്റെ കഴിവിനെ ചില ആളുകൾ താരതമ്യപ്പെടുത്തി. മനുഷ്യന്റെ കഴിവുകളോട് താരതമ്യപ്പെടുത്തുമ്പോൾ സ്വാഭാവികമാണ് സംശയം, മരിച്ച് മണ്ണടിഞ്ഞ് യുഗാന്തരങ്ങളോളം മണ്ണിന്റെ അംശമായി തീർന്ന ഒരാൾ എങ്ങനെ തിരിച്ചു വരുമെന്ന്. എന്നാൽ സുഹൃത്തുക്കളെ, ആ സംശയം രേഖപ്പെടുത്തിയവരോട് ഖുർആൻ തിരിച്ചു ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. അഇദാ മിത്നാ വകുന്നാ തുറാബ ദാലിക റജ്ഉം ബഈദ്. ഞങ്ങൾ മരിച്ച് മണ്ണായി കഴിഞ്ഞാൽ തിരിച്ചു വരികയും അത് സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു മടക്കമാണ്, വിദൂരമായ മടക്കമാണ്. വിശുദ്ധ ഖുർആൻ തിരിച്ചു ചോദിക്കും, നിങ്ങൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? മരിച്ചുപോയ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരുവാനും പുനരുദ്ധരിക്കുവാനും കഴിയില്ലെന്ന് നിങ്ങൾ പറയാൻ എന്താണ് കാരണം? ഖദ് അലിംനാ മാ തൻഖുസുൽ അർളു മിൻകും വഇൻദനാ കിതാബുൻ ഹഫീള്. നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമെന്നാണോ നിങ്ങളുടെ കാരണം? നിങ്ങളുടെ മണ്ണിൽ എവിടെ വെച്ചാലും നിങ്ങളുടെ ശരീരത്തിന്റെ മാംസങ്ങളും എല്ലുകളും മണ്ണായി പരിവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ശരീരത്തിന്റെ മാംസത്തിന്റെ ഓരോ അംശങ്ങളും
ഭൂമിയിൽ എവിടെയാണ് ദ്രവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നതെന്നും നിങ്ങൾക്ക് നാശങ്ങളെയും ഞാൻ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് സുഹൃത്തുക്കളെ അത് പറയുന്നത്? എന്തിനും കഴിയുന്ന പ്രപഞ്ചനാഥൻ. അവന്റെ കഴിവുകളെ കാണാൻ നമ്മുടെ വീട്ടിലെ TV തുറക്കേണ്ടതില്ല സുഹൃത്തുക്കളെ. ഒരു പുസ്തകത്തിന്റെ പേജ് വായിക്കേണ്ടതില്ല. അവന്റെ മരിച്ചവനെ കബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവന്റെ ഈ പ്രപഞ്ച സൃഷ്ടാവിന്റെ ശക്തി അറിയാൻ നിങ്ങൾ ഒരു പേജ് വായിക്കേണ്ടതില്ല. മറിച്ചോ അവലം യൻദുറു ഇലസ്സമാഇ ഫൗകഹും കൈഫ ബനൈനാഹാ വസയ്യൻനാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. അഫലം യൻദുറു, ഒന്ന് നോക്കൂ സുഹൃത്തേ, ആകാശത്തിലേക്ക് നോക്കൂ. ഈ അതിവിശാലമായ സൂര്യനും ചന്ദ്രനും ഗോളങ്ങളും നിലനിൽക്കുന്ന പ്രപഞ്ചത്തിന് എവിടെയെങ്കിലും ഒരു ന്യൂനത, ഒരു വിടവ്, ഒരു തകരാറ്, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ എന്തെങ്കിലും ഒരു ന്യൂനത ചൂണ്ടിക്കാണിച്ചു തരാൻ അതിസൂക്ഷ്മമായിട്ടുള്ള ലെൻസുകൾ ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തെ നിരീക്ഷിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെ വെല്ലുവിളിക്കുന്നു 1400 കൊല്ലമായിട്ട് ഖുർആൻ. അള്ളാഹുവിന്റെ ശക്തിയെക്കുറിച്ച്, സൃഷ്ടാവിന്റെ കഴിവിനെക്കുറിച്ച് സംശയമുള്ളവരെ, ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിൽ ഒരു ന്യൂനത നിങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരൂ. ഒരു ന്യൂനതയുമില്ലാതെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ പറ്റുമെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ സെമിത്തേരിയിൽ നിന്ന്, ഖബർസ്ഥാനിൽ നിന്ന് വീണ്ടും ഒരു ജീവൻ തരാൻ എന്താകും പ്രയാസം? സുഹൃത്തുക്കളെ, ഒരു നിമിഷം ചിന്തിക്കൂ. ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറക്കുള്ളിൽ കിടന്നുകൊണ്ടിരിക്കുമ്പോൾ ജീവൻ, ആത്മാവ് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു മയ്യത്ത് പുതച്ച് കിടത്തിയതുപോലെ നിർജീവമായി കിടന്ന ഒരവസ്ഥ എനിക്കും നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ആ അവസ്ഥയിൽ ഒരു ആത്മാവിനെ ഗർഭപാത്രത്തിന്റെ ഇരുട്ടറക്കുള്ളിലേക്ക്, ഗർഭസ്ഥ ശിശുവിലേക്ക് കൊണ്ടുവന്നവൻ ആരാണ്? അവൻ നമ്മുടെ കബറിനുള്ളിലേക്ക്, സെമിത്തേരിയുടെ ഉള്ളിലേക്ക് വീണ്ടും നഷ്ടപ്പെട്ടു പറന്നകന്ന ആത്മാവിനെ തിരിച്ചു കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അഅൻതും അശദ്ദു ഖൽഖൻ മിസ്സമാഉ ബനാഹാ റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ അഅൻതും അശദ്ദു ഖൽഖൻ അമിസ്സമാഉ ബനാഹാ. അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളെയാണോ സൃഷ്ടിക്കാൻ പ്രയാസം, അതോ ഈ പ്രപഞ്ചത്തെയോ? ഇതിന്റെ ഉച്ചിയെ, മേൽക്കൂരയെ ഇത്ര ഉയർത്തി നിർത്താൻ പറ്റിയവന് ഒരു മനുഷ്യന്റെ ശരീരത്തെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെന്നോ? അതിൽ രാവിനെയും പകലിനെയും കൃത്യതയോടുകൂടെ സെക്കൻഡ് തെറ്റാതെ മാറ്റാൻ കഴിയുന്നവര് മനുഷ്യനെ പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? റഫഅ സംകഹാ ഫസവാഹാ വഅഗ്തശ ലൈലഹാ വഅഖ്റജ ദുഹാഹാ വൽ അർള ബഅദ ദാലിക ദഹാഹാ. ഈ ഭൂമിയെ വിധാനിച്ച് തന്നവന് നിങ്ങളെ രണ്ടാമത് കൊണ്ടുവരാൻ കഴിയില്ലെന്നാണോ പറയുന്നത്? സുഹൃത്തുക്കളെ, എത്ര ലളിതമായ ചോദ്യം! എന്തിന് ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഞാനും നിങ്ങളും 100 കൊല്ലം മുമ്പ് സുഹൃത്തുക്കളെ ഈ മഴ പെയ്ത് കിളറിയ മണ്ണിന്റെ ഭാഗമായിരുന്നു നമ്മൾ. എന്നിട്ട് ഈ കോലത്തിൽ 9 മാസം കൊണ്ട് അത്ഭുത വളർച്ചയല്ലേ മാതാവിന്റെ ഗർഭപാത്രത്തിൽ സംഭവിച്ചത്? അത്ഭുത വളർച്ച. സുഹൃത്തുക്കളെ, എന്താണ് ആ വളർച്ചയുടെ വേഗത? 9 മാസത്തിലെ ഓരോ ആഴ്ചയും സ്കാൻ ചെയ്ത് ഗൈനക്കോളജിസ്റ്റിന് സ്കാനിംഗ് കാണിക്കുമ്പോൾ രൂപവ്യത്യാസങ്ങളിൽ അത്ഭുത വളർച്ചയാണ് സംഭവിച്ചത്. എന്നിട്ടോ മാതാവിന്റെ ഇടുപ്പെല്ലുകൾക്കിടയിലൂടെ ആ മൃദുലതയാർന്ന കുട്ടി ഒരപകടവും പറ്റാതെ ഭൂമിയിൽ ജനിച്ചു. വന്നപ്പോൾ എല്ലാ വിഭവങ്ങളും ഇവിടെ, പിന്നെ മരണം. ഈ ഘട്ടങ്ങളൊക്കെ പറ്റുമെങ്കിൽ ഖുതിലൽ ഇൻസാനു മാ അക്ഫറ മിൻ അയ്യി ശൈഇൻ ഖലഖാ മിൻ നുത്ഫത്തിൻ ഖലഖാ ഫഖദ്ദറ ثم السبيل يسر ثم أماته فأكبر ثم إذا شاء أنشر. മനുഷ്യനെ ഗർഭപാത്രത്തിൽ സംവിധാനിച്ച് അവിടുന്ന് എളുപ്പത്തിൽ ഗർഭപാത്രം പുറത്തേക്ക് കൊണ്ടുവന്ന് ഈ ഭൂമിയിൽ ഒരു ജീവിതം കൊടുത്തിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, മരിപ്പിക്കാനും പറ്റുമെങ്കിൽ അവൻ എപ്പോൾ വിചാരിക്കുന്നുവോ സുഹൃത്തെ, നിന്റെ പേരെന്താവട്ടെ, നീ പരലോകത്തിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ സുമ്മ ഇദാ ശാ അൻശറ, അവൻ ഉദ്ദേശിക്കുമ്പോൾ അവനെ തിരിച്ചു കൊണ്ടുവരും. ആളുകൾക്ക് ഒരു ചെറിയ ഒരു സംശയം ഉണ്ടെന്താ അറിയോ? ഒരു മുസ്ലിം മരിച്ചാൽ നല്ല വെള്ള തുണി കൊണ്ട് പുതച്ച് കുളിപ്പിച്ച് പള്ളി മക്കാമിൽ എന്ത് ചെയ്യുന്നു? മറവ് ചെയ്യുന്നു, കബറിൽ ഇറക്കി വെക്കുന്നു. താഴെ ഒരു കുഴി ഉണ്ടാക്കി മേലെ അതിന്റെ മേലെ ചില പാക്ക് വെച്ച് മേലെ മണ്ണിടുന്നു. അപ്പോൾ മുസ്ലിം മരിച്ചാൽ അവന് മരണാനന്തരം അങ്ങനെ ഏതോ വേറൊരു ജീവിതാവസ്ഥ. ഒരു ക്രിസ്ത്യൻ മരിച്ചാലോ അവനെ പെട്ടിയിലാക്കി അടക്കം ചെയ്യുന്നു. അതുകൊണ്ട് അവന് മരണശേഷം മറ്റൊരനുഭവം. ഒരു ഹിന്ദു മരണപ്പെട്ടാലോ വേറെ രൂപത്തിലാണ് അവന്റെ സംസ്കാര ചടങ്ങുകൾ നിർവഹിക്കുന്നത്. അപ്പൊ മൂന്നാക്കും മൂന്നവസ്ഥ ഉണ്ടാവും സുഹൃത്തുക്കൾ. അങ്ങനെ മൂന്നാക്കും മൂന്നവസ്ഥ.
മനുഷ്യനാണ് ഞാനും നിങ്ങളുമെങ്കിൽ മരിച്ചാൽ എനിക്കും നിങ്ങൾക്കും ഒരേ അവസ്ഥ, അതേ സംഭവിക്കൂ. ഒരേ അവസ്ഥ. ഗർഭപാത്രത്തിൽ എല്ലാവർക്കും ഒരേ അവസ്ഥയാണെങ്കിൽ അന്ത്യശ്വാസമടങ്ങിയാൽ അതിനുശേഷം ഒരവസ്ഥ. എന്താ അവസ്ഥ സുഹൃത്തുക്കളെ? ഒന്ന് ആലോചിക്കേണ്ട ഞാനും നിങ്ങളും. ഒരു ചെറിയ ഹ്രസ്വമായ ഒരു ജീവിത കാലഘട്ടത്തിൽ ഒരു 4 കുട്ടികളെയും വെച്ച് ഇവിടെ ജീവിച്ച് മുന്നോട്ട് പോകാൻ എന്തൊക്കെ ദുരിതമാണ് ഞാനും നിങ്ങളും അനുഭവിക്കുന്നത്. 40 കൊല്ലം ഗൾഫിന്റെ മരുഭൂമിയിൽ ചൂട് കൊണ്ട് കിടന്നിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ജീവിതം ഒപ്പിക്കാൻ കഴിയാത്ത ജീവിതത്തിനപ്പുറം മരണമില്ലാത്തൊരു ജീവിതത്തിൽ പിറന്നു വീണാൽ എന്തു ചെയ്യും സഹോദര ഞാനും നിങ്ങളും? ഈ ചോദ്യത്തിന്റെ ഉത്തരമാണ് വീട് വീടാന്തരം നടന്ന് നമ്മൾ ആലോചിക്കണം ആ കാര്യത്തെക്കുറിച്ച്. മരിച്ചിട്ട് രണ്ടാമതൊരിക്കൽ വന്നാൽ എന്തു സംഭവിക്കുമെന്ന്. എത്ര മനോഹരമായിട്ടാണ് സുഹൃത്തുക്കളെ ഖുർആൻ പറഞ്ഞു. നിങ്ങൾ ഖുർആൻ വായിക്കണം. ഇതുപോലൊരു ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടോ നിങ്ങൾക്ക്? ഖുർആൻ എന്ന് പ്ലേ സ്റ്റോറിലോ ഗൂഗിളിലോ അടിച്ചു കൊടുത്താൽ ഖുർആന്റെ പച്ച മലയാളത്തിലെ പരിഭാഷ കിട്ടും. വായിക്കണം സുഹൃത്തുക്കളെ, നിങ്ങൾ വായിക്കണം വിശുദ്ധ ഖുർആൻ. എത്ര മനോഹരമായിട്ടാണ് മരിച്ചാൽ എന്ത് സംഭവിക്കും എന്നതിന് എത്ര ലളിത മനോഹരമായിട്ടാണ് ഖുർആൻ ഉദാഹരണം പറയുന്നത്. നിങ്ങൾ രോഗികളെ കാണാൻ പോകരുത്. നല്ല ക്യാൻസറൊക്കെ പിടിച്ച് ദിവസമെണ്ണി നിരാശനായി കിടക്കുന്ന ഒരു രോഗിനെ നമ്മൾ കാണാൻ ചെന്നാൽ രോഗി ഉറങ്ങുകയാണ് നേരത്തെ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ പറയാനുള്ളത് ഉറങ്ങിക്കോട്ടെ എന്നാണ്. എനിക്കിനി അഥവാ കാണാൻ പറ്റിയില്ലെങ്കിലും അയാൾ ഉറങ്ങിക്കോട്ടെ. എന്താ സുഹൃത്തുക്കൾ അങ്ങനെ പറയാൻ കാരണം? ഉറങ്ങിക്കഴിഞ്ഞാൽ അയാൾ വേദനകളിൽ നിന്ന് അപ്പുറത്താണ്. അയാൾ രോഗത്തിന്റെ വ്യാകുലതകൾ അറിയുന്നില്ല. രോഗിയായി കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത് ആരോഗ്യവതിയായ ഭാര്യ എങ്ങനെ ഉറങ്ങുന്നുവോ അതേ മനസ്സാണ് ഉറക്കത്തിൽ രോഗിയായ ഭർത്താവിൽ നിന്ന് ഉറങ്ങിക്കോട്ടെ എന്നാണ്. സുഹൃത്തുക്കളെ, എത്ര മനോഹരമായിട്ടാണ് മരണത്തെ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്നത്. മരിക്കുന്ന സമയത്ത് ആത്മാവിനെ പിടിക്കുന്ന പോലെ തന്നെ ഉറക്കത്തിലും ആത്മാവിനെ പിടിക്കുന്നു. ഇന്നു രാത്രി ഞാനും നിങ്ങളും നമ്മുടെ കിടപ്പറയിൽ കിടന്ന് പുതപ്പിട്ട് മൂടിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കളെ, കുറച്ചു കഴിഞ്ഞപ്പോൾ അന്ന് എറണാകുളത്ത് പോയി വരുന്നത് ഇങ്ങനെ കിനാവ് കാണുകയാണ്. എറണാകുളത്തേക്ക് പോയത് ഏതു ശരീരമാണ്? എറണാകുളത്തേക്ക് പോയത് ഏതു കാലുകളെ കൊണ്ടാണ്? എറണാകുളത്തേക്ക് പോയത് ഏതു ശരീരമാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം എന്താണ് സുഹൃത്തുക്കളെ? ഉത്തരം ലളിതം. നമ്മൾ മരിച്ചു കിടത്തിയവൻ നമ്മുടെ മുന്നിൽ കിടക്കുന്നുവെങ്കിലും അവനൊരു പുതിയ ലോകത്തെത്തിക്കഴിഞ്ഞു. വല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹ വല്ലതീ ലം തമുത് ഫീ മനാമിഹ. മരിക്കുന്നവന്റെ ആത്മാവിനെ മരിക്കുമ്പോൾ പിടിക്കുന്നു, മരിക്കാത്തവന്റെ ആത്മാവിനെ ഉറക്കത്തിലാണ് പിടിക്കുന്നത്. ഉറക്കത്തിൽ നമ്മൾ എവിടുക്കാ പോകുന്നു സുഹൃത്തുക്കളെ? ഉറക്കത്തിൽ എങ്ങോട്ട് പോകുന്നു? അതേ ബോധത്തിന്റെ അനുഭവമാണ് മരണം നമുക്ക് സമ്മാനിക്കുന്നത്. സുഹൃത്തുക്കളെ, വിശ്വസിക്കാതെ കാര്യമില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ മരിച്ചതിന് ശേഷം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുക, ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുക മാത്രമല്ല സുഹൃത്തുക്കളെ, ഈ സൂര്യനൊക്കെ കത്തുന്ന സൂര്യന്റെ ഒരു വീഡിയോ ചിത്രമെങ്ങാനും നിങ്ങൾക്ക് യൂട്യൂബിൽ കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ തരിച്ചു നിൽക്കും നിങ്ങൾ. തീഷ്ണതയുടെ സ്ഫോടനങ്ങളാണ് സൂര്യൻ നടക്കുന്നത്. ഭൂമിന്റെ 1,00,000 ഇരട്ടി വലുപ്പമുള്ള സൂര്യഗോളത്തെ സൃഷ്ടിച്ച പടച്ച തമ്പുരാനാ പറഞ്ഞത് ഒരു നരകത്തെക്കുറിച്ച്. കത്തുന്ന ഒരഗ്നി, കനലുകളല്ല സുഹൃത്തുക്കളെ, ഇന്നഹാനല്ല, തീജ്വാലകൾ എരിയുന്ന ഒരു നരകം, തീജ്വാലകൾ എരിയുന്ന ഒരു നരകം. ആ നരകം കത്തി ജ്വലിക്കുകയാണ്. അങ്ങനത്തെ ഒരു നരകം സൃഷ്ടിക്കുവാൻ സുഹൃത്തുക്കളെ ഈ സൂര്യന്റെ സൃഷ്ടാവിന് പ്രയാസമാകുന്നു. പരലോകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും പറയുമ്പോൾ ആളുകൾ പരിഹസിച്ച് പറയും അതൊക്കെ പുരോഹിതന്മാർക്ക് പിരിവ് നടത്താനും ജനങ്ങളെ ചൂഷണം ചെയ്യാനും പറഞ്ഞു പറ്റിക്കാനാണ് ഒരു നരകം. വേദനകളും ദുഃഖങ്ങളും വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനാണ് ഒരു സ്വർഗം. സുഹൃത്തുക്കളെ, സത്യം ഞാൻ പറയാം, എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ്. 2 വലിയ പാർട്ടിക്കാരായ ആൾക്കാരാണ്. അവരെപ്പോഴും എന്താന്ന് വിചാരിച്ചാൽ നിഷേധിച്ച് സംസാരിക്കും ഇതിനെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ചൊക്കെ. പേരൊക്കെ മുസ്ലിം നാമധാരികളാണെങ്കിലും അവർ പലപ്പോഴും പരിഹസിക്കും. അങ്ങനെ എൻ്റെ സുഹൃത്ത് അയാളുടെ അനുഭവം പറയാണ്. അവർ 2 പേരും തമ്മിൽ തെറ്റി. തൊട്ടടുത്ത ഒരു വീടിന്റെ പറമ്പിന്റെ ഓഹരിയുടെ പ്രശ്നത്തിൽ അവർ തെറ്റിക്കഴിഞ്ഞപ്പോൾ പ്രതികാരമായി. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു? പാർട്ടി സ്വാധീനം ഉപയോഗിച്ചിട്ട് മറ്റേ ആളെ സ്റ്റേഷനിൽ എത്തിച്ചു എന്ന് മാത്രമല്ല, വെറും അണ്ടർവെയറിൽ നിർത്തി അയാളെ അപമാനിച്ചു അത്രേ സ്റ്റേഷനിൽ വെച്ചുകൊണ്ട്. പഴയ കഥയാണ്. അങ്ങനെ അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ വേണ്ടി എൻ്റെ സുഹൃത്ത് ചെന്നപ്പോൾ സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ നിന്നോട് നിഷേധിച്ച് പറയാറുണ്ടെങ്കിൽ ഒരു പരലോകം ആവശ്യമാണ്. എന്താ പരലോകം ആവശ്യമാണെന്ന് പറയാൻ? എന്നെക്കാളും സ്വാധീനമുള്ളത് കൊണ്ടാണ് അവൻ എന്നെ ഇവിടെ എത്തിക്കുവാനും എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ അപമാനം എനിക്ക് സമ്മാനിക്കുവാനും പറ്റിയത്. അതുകൊണ്ട് അവന് പ്രതികാരം വീട്ടാൻ, അവൻ എന്നോട് ചെയ്ത അക്രമത്തിന് പ്രതിക്രിയ ചെയ്യാൻ ഈ ലോകത്ത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊരു പകരക്കാരൻ വേണം. സുഹൃത്തുക്കളെ, ഇന്നും എൻ്റെ മനസ്സിൽ ഓർമ്മ വരും
പാർട്ടി പ്രവർത്തനം കഴിഞ്ഞ് സ്വന്തം സുഹൃത്തിന്റെ മോട്ടോർ ബൈക്കിൽ കയറി വീട് വരെ എത്തിയിട്ട് ഗേറ്റിന്റെ അടുത്തെത്തിയപ്പോൾ സുഹൃത്ത് തിരിച്ചു പോന്നു. ഗേറ്റിന്റെ അടുക്കുന്ന വീട്ടിൽ കയറുന്നതിനിടക്ക് രാഷ്ട്രീയ പ്രതിയോഗികൾ അയാളെ കൊലപ്പെടുത്തി, സ്വന്തം വീട്ടുകിണറ്റിൽ എറിഞ്ഞു. നേരം പുലരും വരെ വാപ്പയെ കാത്ത് മക്കളും, വാപ്പയെ കാത്ത് ഭർത്താവിനെ കാത്ത് ഭാര്യയും ഇരുന്നു. പുലർച്ചെ വരെ ലൈറ്റ് കെടുത്താതെ കരഞ്ഞിരുന്നു. 10 മണിക്കെത്തുന്ന ഭർത്താവിനെ കാണാനില്ല. കിണറ്റിൽ അയാളുടെ ജഡം കിടക്കുന്നത് അവർക്കറിയില്ല. രാവിലെ തിരഞ്ഞപ്പോൾ കിടക്കുന്നു. എനിക്കറിയാം, ഇന്നും ആ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിക്കപ്പെട്ടിട്ടില്ല. ഇന്നും ആ അനാഥ കുട്ടികളുടെ ചോദ്യത്തിന്റെ ഉത്തരം, ആരാണ് ഞങ്ങളുടെ പിതാവിന്റെ കഴുത്തിൽ മുണ്ട് മുറുക്കിയതെന്ന് ആ അനാഥ മക്കളുടെ ചോദ്യത്തിന് ഇന്നും ഉത്തരം കിട്ടിയിട്ടില്ല. സുഹൃത്തുക്കളെ, എന്തിനാ പരലോകം? എന്തിനാണ് മരണം? എന്തിനാണ് മരണം? മക്കൾ അനാഥരാകാനോ ഭാര്യ വിധവയാകാനോ അല്ല. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എന്തിനാ മരണം? മരണം എല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, കർമ്മഫലങ്ങൾക്ക് പ്രതിഫലം നൽകാൻ, അവനവന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം കിട്ടാനാണത്. യാതൊരു സംശയക്കാര്യത്തിൽ വേണ്ട. ചെറിയൊരു വിഷം ഭക്ഷണ പദാർത്ഥത്തിൽ വെച്ച് എന്നും കൊത്തിപ്പെറുക്കാൻ ചെല്ലുന്ന കോഴിയെ അയൽപക്കക്കാരൻ കൊന്നാൽ ഞാൻ കൊന്നു എന്നവൻ പറയാത്തിടത്തോളം കാലം നമുക്ക് തെളിയിക്കാനാവുമോ സുഹൃത്തുക്കളെ? നമ്മളെക്കുറിച്ച്, നമ്മളെ തേജോവധം ചെയ്യാൻ നമുക്ക് പരിചയമുള്ളവരോടെല്ലാം നമ്മെക്കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞു നടക്കുന്നവന്റെ അപരാധം ഒരു സുഹൃത്തെങ്കിലും നമ്മളോട് തുറന്നു പറയും വരെ നമുക്കറിയാൻ പറ്റുമോ സുഹൃത്തുക്കളെ? അതുകൊണ്ട് ഒരു യാഥാർത്ഥ്യം ഖുർആൻ പറയുന്നുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഒരു വിചാരണയും ഒരു ജീവിതവും വരാനുണ്ട്. സുഹൃത്തുക്കളെ, വെറുതെ സംശയിക്കേണ്ട. തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? നിങ്ങൾ ഒരു ബൈക്കിൽ തൻ്റെ മക്കളെയും കുട്ടികളെയും ഒക്കെ വെച്ചിട്ട് ഒരാൾ പോവുകയാണ്. പോണ സമയത്ത് ഒരു കാറുകാരൻ പെട്ടെന്ന് പോകുന്ന റോട്ടിൽ നിന്ന് ഒന്ന് വെറുതെ സ്റ്റൈലാക്കി വെട്ടിച്ചതാണ്. ഇത് ഈ സ്ത്രീയും ആ ഭർത്താവും കുട്ടികളും നേരെ അപ്പുറത്ത് അഴുക്ക് ചാലിലേക്ക് മറിഞ്ഞു വീഴുന്ന കാഴ്ച കണ്ട് ഒന്നും മൈൻഡ് ചെയ്യാതെ അയാൾ കാറും വിട്ട് പോവുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നിങ്ങൾ പിന്നീട് നമ്മൾ യൂട്യൂബിൽ കാണുന്നത് അയാൾ ആ കാറ് തട്ടി ആ കുട്ടികൾ വീഴുന്ന രംഗം CCTVയിൽ നിന്ന് കോപ്പി ചെയ്ത് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ ആലോചിക്കുന്നത്, കള്ള് കുടിച്ചു വന്ന് ഭാര്യനെ ചവിട്ടുന്നതും അമ്മയെ ചീത്ത വിളിക്കുന്നതും, സുഹൃത്തുക്കളെ, ആയിരക്കണക്കിന് രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് അത് വൈകുന്നേരം മുഴുവൻ ബാറ് കൊണ്ടുപോയി കൊടുക്കുന്നതും, അന്യ സ്ത്രീകളുമായി അവിഹിതമായ ബന്ധങ്ങളിലും വേഴ്ചകളിലും ഏർപ്പെടുന്നതും, സുഹൃത്തിനെ കളവ് പറഞ്ഞവന്റെ പണം പറ്റിക്കുന്നതും, കള്ള ആധാരമുണ്ടാക്കി രേഖയുണ്ടാക്കി അന്യന്റെ സ്ഥലം അന്യായമായി കൈവശപ്പെടുത്തുന്നതും ഒക്കെ കണക്ക് നോക്കാൻ ഒരു നാള് വേണ്ടേ സുഹൃത്തുക്കളെ? ആ നാളും യാഥാർത്ഥ്യങ്ങളാണ്. അത് പുലരുക തന്നെ ചെയ്യും എന്നാണ് ഒരു ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാന വിശ്വാസം. നമ്മൾ ഒരു മുസ്ലിമിൻ, ഈ വിശ്വാസമില്ലാത്തൊരു മുസ്ലിം എന്ത് ചെയ്തിട്ടും കാര്യമല്ല. അയാളിപ്പോൾ ഒരു പരലോകത്ത് രണ്ടാമത് ഞാൻ ഒരിക്കൽ ജീവിച്ചു വരുന്ന വിശ്വാസത്തിന് പള്ളി ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ട് സുഹൃത്തുക്കളെ. ഒരു കുടുംബത്തിന് വീട് വെച്ചിട്ട് കൊടുത്ത് കാര്യമുണ്ട്. എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ആ വിശ്വാസമില്ലെങ്കിൽ എല്ലാം നിഷ്ഫലമായി പോകും. അതുകൊണ്ട് എനിക്കെൻ്റെ മുസ്ലിങ്ങളും അമുസ്ലിങ്ങളുമായ എല്ലാ സുഹൃത്തുക്കളും പറയാനുള്ളത്, സുഹൃത്തുക്കളെ, ഞങ്ങളുടെ മനസ്സിലുള്ള ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കണ്ണടക്കുന്നതോടുകൂടെ നിങ്ങളുടെ പുതിയൊരു ജീവിതം പുനരാരംഭിക്കും. അപ്പൊ ദയവ് ചെയ്ത് നമ്മുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ അള്ളാഹുവിന്റെ അടുക്ക് നിയോഗിക്കപ്പെട്ട മലക്കുകൾ വരുമ്പോൾ അത്ഭുതത്തോടുകൂടെ മരണം എല്ലാറ്റിനും സമാപനമാകും, ഇനി ശൂന്യതയിലേക്ക് കൺതുറക്കുമെന്ന് ആഗ്രഹിച്ചു കടന്നവന്റെ മുമ്പിൽ പുതിയ ലോകത്തിലേക്ക് ആനയിക്കുവാൻ അള്ളാഹുവിന്റെ അനുസരണയുള്ള മലക്കുകൾ വരുമ്പോൾ ഇതാരും ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ എന്ന് കേരളത്തിലെ വീട്ടിൽ ഒരാളും പറയരുതെന്നേ ഈ പുസ്തകവും CD-യും എടുത്ത് വീടാന്തരം വന്നപ്പോൾ ഞങ്ങളുടെ മനസ്സിലതേ ഉള്ളൂ. ജീവിതം എന്തിനു വേണ്ടി എന്ന പുസ്തകം ഒരാവർത്തി വായിക്കുന്ന ഏതൊരാൾക്കും അത് മനസ്സിലാകും. സുഹൃത്തുക്കളെ, വളരെ ലളിതമാണിത്. സങ്കീർണതകളൊന്നുമില്ല. പത്രത്തിൽ നിങ്ങൾ വായിച്ചില്ല? നിങ്ങൾ നല്ല യുവതിയായ ഒരു സ്ത്രീ അവളെ കുത്തിക്കൊന്നിരിക്കുകയാണ്. ആരാ കൊന്നത് സുഹൃത്തുക്കളെ? വേലക്കാരനല്ല, പിന്നെ ആഭരണം മോഷ്ടിക്കാൻ വന്ന കള്ളനല്ല, പിന്നെയോ തന്റെ ഭാര്യയ്ക്ക് അവിഹിത ബന്ധമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ആദ്യ രാത്രിയിൽ മധുരക്കിനാവുകൾ പങ്കുവെച്ചുറങ്ങിയ സ്വന്തം ഭാര്യയെ, സ്വന്തം മക്കൾക്ക് ജന്മം കൊടുത്ത പ്രിയതമയെ കുത്തി കൊലപ്പെടുത്തി കൊന്ന് വീട്ടിലിട്ടിരിക്കുകയാണ്. അയാൾ നല്ല ഉദ്യോഗസ്ഥനാണ്, വിവരമുള്ളവനാണ്. എന്തിയാ അങ്ങനെ ചെയ്യാൻ? ഈ ചോദ്യത്തിന് ഉത്തരമുണ്ട് സുഹൃത്തുക്കളെ. എന്താണ് അയാൾ അങ്ങനെ ചെയ്യാൻ? അയാൾക്ക് അവളെ വീട്ടിൽ കൊണ്ടേക്കപ്പെട്ടെ, അവളെ വീട്ടിൽ പറഞ്ഞയച്ചപ്പോൾ
എന്തിനാ സുഹൃത്തുക്കളെ ഭാര്യയെ കുത്തി കുത്തി കൊലപ്പെടുത്തുന്നത്? വിവാഹത്തിന് മുമ്പ് കോളേജിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന വ്യക്തിയുമായുള്ള അവിഹിത ബന്ധം അവൾ തുടർന്നു, അവനോടൊപ്പം യാത്ര ചെയ്തു, അവിഹിത ബന്ധത്തിലേർപ്പെട്ടു. അയാൾ അറിയാതെ ഫോൺ ചെയ്തുകൊണ്ടിരുന്നു. അയാളുടെ വികാരം എന്താണെന്നറിയോ? നീ ധരിക്കുന്ന വസ്ത്രം ഞാൻ തന്നതാണ്, നിനക്ക് കിടക്കാനുള്ള വിരിപ്പ് ഞാൻ ഒരുക്കിയതാണ്, എന്റെ ഈ മനോഹരമായ ഭവനത്തിൽ എന്റെ പ്രിയപ്പെട്ടവളായി നിന്നെയാണ് ഞാൻ വെച്ചത്. അതുകൊണ്ട് നിന്റെ ശരീരം, നിന്റെ വൈകാരിക മോഹങ്ങൾ എനിക്ക് മാത്രമുള്ളതാണ്. ഇതിൽ മതമില്ല സുഹൃത്തുക്കളെ, ഇതിൽ മതമില്ല. അതുകൊണ്ട് എന്നെ വഞ്ചിച്ചവൾക്കില്ല മാപ്പില്ല, എന്നെ വഞ്ചിച്ചവൾക്ക് മാപ്പില്ല. സുഹൃത്തുക്കളെ, സ്നേഹത്തോടെ ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് ഒരുത്തം വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ ഇസ്ലാമെന്ന് ഔട്ടാണെന്നാണ് ഖുർആൻ വായിച്ച ഒരാൾ പറയുന്നത്. മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് ഒരാൾ വിളിച്ചാൽ അയാൾ ഇസ്ലാമെന്ന് ഔട്ട്. ഒരു മുസ്ലിം പള്ളിന്റെ മുന്നിൽ മുഹമ്മദ് നബിയുടെ പേരിലുള്ള നേർച്ചപ്പെട്ടി എന്നൊരു പെട്ടി വെച്ച് ഒരു 2 രൂപയുടെ കോയിൻ അതിൽ നിക്ഷേപിച്ചാൽ പ്രവാചകൻ അബൗദ്ധികമായി എന്നെ രക്ഷപ്പെടുത്തും, എന്റെ വാഹനം അപകടം കൂടാതെ തിരുവനന്തപുരത്തെത്താൻ ഈ നേർച്ചപ്പെട്ടിയിലെ 2 രൂപ കൊടുത്ത പ്രവാചകൻ കാവലാകുമെന്ന് വിശ്വസിച്ചാൽ അവൻ ഇസ്ലാമെന്ന ഔട്ടാണ്. ക്രിസ്തീയ സുഹൃത്തുക്കൾ വിചാരിക്കും യേശു ക്രിസ്തുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്നവർ പിന്നെ ബഹുദൈവ വിശ്വാസികളാണ്, വിശ്വാസത്തിൽ തെറ്റുപറ്റിയവരാണെന്ന് മുസ്ലിങ്ങൾ പറയുമ്പോൾ അത് സുഹൃത്തുക്കളെ അവർ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ഒരാളോടുള്ള അനാദരവല്ല. യേശു ക്രിസ്തു പ്രവാചകനാണ്, അള്ളാഹു നിയോഗിച്ച മഹാനായ പ്രവാചകനാണ്. പക്ഷേ യേശു ക്രിസ്തുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് ഞാൻ യോജിപ്പിച്ച് പറയാം സുഹൃത്തുക്കളെ. മുഹമ്മദ് നബിയെ രക്ഷിക്കണേ എന്ന് പറയുന്നവൻ ഇസ്ലാമെന്ന് ഔട്ടെന്ന് ഞാൻ പറഞ്ഞില്ല. സഹോദര, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഈ ഭൂമിയിൽ ഏറ്റവും അധികം എനിക്കും നിങ്ങൾക്കും കടപ്പാടുള്ളത് ആരോടാന്ന് ചോദിച്ചാൽ അതാരോടാ സുഹൃത്തുക്കളെ? ഈ പ്രപഞ്ചനാഥനായ സൃഷ്ടികർത്താവിനോടാണ്. യാതൊരു സംശയമില്ല. ഇവിടെ എല്ലാ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനിയും നോക്കിയാലും ഒരു ഹൃദയമില്ലേ സുഹൃത്തുക്കളെ? നമുക്ക് ഒരു കമ്പനിയിൽ നിന്ന് വാർത്തെടുത്തതുപോലെ എങ്ങനെയാണ് നമ്മളൊക്കെ ഒരേ രൂപത്തിലായത്? 2 കൈയും 2 കണ്ണും അതേപോലെ തന്നെ ഒരു ഹൃദയവും 2 കിഡ്നിയും വന്നത് ഒരേ ആളാ നമ്മളെ സൃഷ്ടിച്ചത്. സുഹൃത്തുക്കളെ, ആ സൃഷ്ടികർത്താവിനോടാണ് നമുക്ക് ഏറ്റവും വലിയ കടപ്പാട്. എൻ്റെ ഒരു സുഹൃത്ത് കിഡ്നി പിന്നെ റീപ്ലാന്റേഷൻ വെക്കാൻ വേണ്ടി, ട്രാൻസ്പ്ലാന്റേഷൻ വെക്കാൻ വേണ്ടി മാറ്റി വെക്കാൻ വേണ്ടി ഇങ്ങോട്ടുള്ള ഓപ്പറേഷന് വിധേയമാകാൻ 20 ലക്ഷമാണ് അയാൾക്ക് വേണ്ടത്. 16 ലക്ഷം സ്വരൂപിച്ചു, 4 ലക്ഷം ഷോർട്ട് ഉണ്ട്, എവിടെന്നെങ്കിലും സംഘടിപ്പിക്കണമെന്നാണ് അയാൾ റിക്വസ്റ്റ് ചെയ്തത്. ഒരു കിഡ്നി മാറ്റി വെക്കാൻ സുഹൃത്തുക്കളെ 20 ലക്ഷം രൂപ. ഇനി ആ കിഡ്നി മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ മാസം 3000 രൂപ. പൊന്നു സുഹൃത്തേ, ഇന്നു രാത്രി നീ കള്ള് കുടിച്ചിട്ടില്ലെങ്കിൽ ഇന്നു രാത്രി കിടന്നു നീ ഒന്ന് കണക്ക് കൂട്ട്. നിന്റെ മൊബൈൽ ഫോണിന്റെ കാൽക്കുലേറ്ററിൽ ഈ മിടിക്കുന്ന ഹൃദയത്തിന് എന്ത് കൊടുക്കണമെന്ന്. ICUയിൽ ഓക്സിജൻ ഫിറ്റ് ചെയ്ത് ICUയിൽ കിടക്കുന്ന സുഹൃത്തിന് 24 മണിക്കൂറിന് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ചുമത്തുന്ന ഓക്സിജന്റെ വാടക വെച്ച് 70 കൊല്ലത്തെ ഓക്സിജൻ ശ്വസിച്ചതിന്റെ വാടക കണക്ക് കൂട്ട് സുഹൃത്തെ, കണക്ക് കൂട്ട്. ഈ നിലനിൽക്കാനുള്ള പ്രാണവായു, ഗർഭപാത്രത്തിലെ 9 മാസത്തെ സമ്പൂർണ്ണ സംരക്ഷണം, താമസിക്കാൻ വീട്, സ്നേഹം തരാൻ ഭാര്യ, താലോലിക്കാൻ മക്കൾ, മേൽക്കൂര പോലൊരു വാനം, തണുപ്പിക്കാൻ മഴ, നമ്മുടെ ഭൂമിക്കടിയിൽ സുഹൃത്തുക്കളെ ഒഴുകി വരുന്ന വെള്ളം, എന്തെല്ലാമാണ് ഈ ഭൂമിയിൽ ഈ പ്രപഞ്ചനാഥൻ നമുക്ക് ഒരുക്കി തന്നത്. എന്നിട്ട് സുഹൃത്തുക്കളെ കാറിൽ കയറ്റി അടുത്ത സ്റ്റോപ്പിൽ ബസ്സില്ലാത്ത ബന്ധു ദിവസത്തിൽ കാറിൽ കയറ്റി ലിഫ്റ്റ് തന്ന് അടുത്ത സ്റ്റോപ്പിൽ ഇറക്കി ആശുപത്രിയിലേക്കോ അമ്മയെ കാണാൻ പോകുന്നവനെ ഹോസ്പിറ്റലിന്റെ മുന്നിൽ ഇറക്കി കൊടുത്തിട്ട് ഡോറ് തുറന്നിറങ്ങുമ്പോൾ ഒന്ന് തിരിഞ്ഞു നിന്ന് ഒരു താങ്ക്സ് പറയാത്ത നന്ദി കെട്ടവനേക്കാളും നന്ദി കെട്ടവനായിട്ട് സുഹൃത്തുക്കളെ ആ പ്രപഞ്ചനാഥനോട് പ്രാർത്ഥിക്കുന്നില്ല, അവനെ ആരാധിക്കുന്നില്ല, അവനെ നമസ്കരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതവുമായി ഒരു ബന്ധമില്ലാത്ത ഒരു പ്രതിബിംബത്തിന്റെ മുമ്പിൽ, ഒരു ചിത്രത്തിന് മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്ന സുഹൃത്തുക്കളെ ഈ പ്രപഞ്ചനാഥന് ഒരിക്കലും പൊറുക്കൂല. ആ ഭർത്താവ് അവിഹിത ബന്ധത്തിലേർപ്പെട്ട ഭാര്യയ്ക്ക് മാപ്പ് നൽകാത്തതിനേക്കാളും ഗൗരവപൂർവമായി പ്രപഞ്ചനാഥന് ഒരിക്കലും പൊറുക്കൂല. ഞങ്ങളെല്ലാം മുസ്ലിം സുഹൃത്തുക്കളോടും പ്രത്യേകം പറയാറുള്ളതാണ്, നിങ്ങൾ എന്തു നന്മ ചെയ്തിട്ടും കാര്യമില്ല, നന്മകളെ തൂക്കുന്ന പരലോകത്തെ തുലാസിൽ ഒരു നന്മ കനം തൂങ്ങുവാനുള്ള ഒന്നാമത്തെ നിബന്ധന അവൻ ഒരിക്കൽ പോലും അള്ളാഹു അല്ലാത്ത ഒരാളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂല, അല്ലാത്തൊരാൾക്ക് നേർച്ച കൊടുക്കാൻ പറ്റൂല, അള്ളാഹു അല്ലാത്തവരിൽ നിന്നൊരു അഭൗതികമായ രക്ഷ പ്രതീക്ഷിക്കാൻ പറ്റൂല എന്നാണ്. അതാണ് സുഹൃത്തുക്കളെ ശിർക്ക്, ബഹുദൈവത്വം എന്ന് പറഞ്ഞാൽ. ഈ സത്യം ജനങ്ങളോട് പറയാനാണ് ഒരു പുസ്തകവും CD-യും എടുത്ത് ഞങ്ങൾ വീടുകളിൽ വന്നത്.
സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ തെറ്റ്, വ്യഭിചാരത്തെക്കാൾ വലിയ തെറ്റ്, മദ്യപാനത്തെക്കാൾ ഏറ്റവും വലിയ തെറ്റ്, മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നന്ദികേട്. എല്ലാ പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും. അതുകൊണ്ട് സുഹൃത്തുക്കൾ, ഒരാഗ്രഹമുണ്ട്, നരകത്തിൽ പോകരുത് ആരും. ഈ പോയാലും ഈ നരകത്തെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്ന് പറയരുതാരുമെന്ന് നിങ്ങൾക്ക് നിർബന്ധമുണ്ട്. അതാണ് നമ്മളെ ഈ വീട്ടിലേക്ക് എത്തിച്ചതെന്ന് പറയാൻ. ഇത് ഇവിടുത്തെ നാട്ടിനെ ബോധ്യപ്പെടുത്താതെ ഈ പരിപാടിയോട് അവസാനിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളെ, സ്നേഹത്തോടെ പറയാൻ നമുക്കുണ്ട്. ശരിക്കും എന്താണെന്ന് വെച്ചാൽ, സമാധാനത്തോടെ ഇവിടെ ജീവിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ, സ്വത്തുണ്ടായിട്ട് കാര്യമില്ല. മാസത്തിൽ ATM-ൽ ശമ്പളം വന്നിട്ട് കാര്യമില്ല. അത് ഞാൻ പറയുന്നതല്ല. ഈ ഭൂമി മനുഷ്യനെ അറിഞ്ഞ് സംവിധാനിച്ച ഈ പ്രപഞ്ചത്തിന്റെ നാഥൻ, ഭൂമിയിലേക്ക് ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം വരുമ്പോൾ ആദം നബിയോട് പറഞ്ഞു, പൊയ്ക്കോ, ഭൂമിക്ക് പോയിക്കോ. ഭൂമിയിൽ ചെന്നാൽ വലക്കും ഫിൽ അർളി മുസ്തഖറുൻ വമതാഉൻ ഇലാ ഹീൻ, ഒരു നിശ്ചിത അവധി വരെ താമസിക്കാനുള്ള എല്ലാ വിഭവവും അവിടെ ഉണ്ട്. പക്ഷെ അവിടെ സമാധാനം കിട്ടണമെങ്കിൽ ആ ചോറ് തിന്നാൻ അരി കിട്ടിയിട്ട് കാര്യമില്ല സഹോദരങ്ങളെ. ചൂട് മാറ്റാൻ തണുത്ത കാറ്റടിച്ചു വീശിയിട്ട് കാര്യമില്ല. പിന്നെ വികാരം തീർക്കാൻ ഭാര്യ വഴങ്ങി തന്നിട്ട് കാര്യമില്ല. അവിടെ സമാധാനം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ താളം തെറ്റാത്ത ആകാശലോകത്തിന് ഒരു മാർഗരേഖയും നിയമാവലിയും ഉണ്ടാക്കി കൊടുത്തവൻ ആരാണോ അവൻ മനുഷ്യന് പരസ്പരം സ്നേഹത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഒരു നിയമാവലി കൊടുത്തയച്ചിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ആ നിയമാവലിയാണ് ലോകത്ത് വന്ന വേദഗ്രന്ഥങ്ങൾ. ആ വേദഗ്രന്ഥങ്ങൾ ആൾക്കാർ കൈകടത്തിയപ്പോൾ അവസാനത്തെ അതിൻ്റെ എഡിറ്റിംഗ് നടത്തിയ ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അത് നമ്മൾ ഖുർആന്റെ ആളായതുകൊണ്ട് പറയല്ല, നിങ്ങൾക്ക് തന്നെ ചിന്തിച്ചാൽ പറയും. ഞാൻ സിമ്പിൾ ഉദാഹരണം പറയാം. ഈ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ കാണാൻ 100 വർഷങ്ങൾക്ക് മുമ്പ് വന്ന മലയാള വാർത്തകളെ അവർ പുനഃപ്രസിദ്ധീകരിക്കാറുണ്ട്. നിങ്ങൾ ആ ന്യൂസ് ഒന്ന് എടുത്ത് വായിച്ചുകൊണ്ടെങ്കിൽ വായിക്കുമ്പോൾ തന്നെ ആ മലയാളത്തിന്റെ സ്ട്രക്ചറിൽ വന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. സുഹൃത്തുക്കൾ, 1400 കൊല്ലം മുമ്പുള്ള അറബി ഭാഷയിൽ ഒരു ഗ്രന്ഥം ലോകത്തിൽ എവിടെയും ഒരേപോലെ നിലകൊള്ളുന്നുണ്ട്. മാത്രമല്ല 6000 ചില്ലാനം സൂക്തങ്ങളിൽ ഒരു സൂക്തം ഒരു സൂക്തത്തിന് എതിരല്ല, ഒരു വൈരുദ്ധ്യമില്ല. ശാസ്ത്ര വിസ്ഫോടനങ്ങൾ നടന്നിട്ട് ഒരു ശാസ്ത്ര സത്യം പോലും ഖുർആന്റെ ഒരു വചനത്തിന് എതിരില്ല. സുഹൃത്തുക്കളെ, വായിക്കേണ്ട ഒരു പ്രാവശ്യം പച്ച മലയാളത്തിൽ വായിക്കാൻ നമ്മുടെ മുമ്പിൽ ഫോണിൽ കിട്ടും. വായിക്കേണ്ട. ഞാൻ ചോദിക്കുന്നത്, അതിന്റെ നിയമങ്ങൾ സുഹൃത്തുക്കളെ സമൂഹത്തിൽ വരാതെ ഈ സമൂഹത്തിന് സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെന്ന് പേരിട്ടത്, എൻലൈറ്റിംഗ് എന്ന് പേരിട്ടത്. അതേപോലെ തന്നെ സമാധാന സന്ദേശം വീട്ടിലെത്തിക്കുക എന്ന് പറഞ്ഞപ്പോൾ അത് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ പുതിയൊരു ഫ്രെയിം സ്വീകരിച്ചതല്ല സുഹൃത്തുക്കളെ. കാരണം ഒരു സമാധാനം മനുഷ്യന് കിട്ടണോ, ഒരു നിയമാവലിയെ അംഗീകരിച്ചേ പറ്റൂ. ഇപ്പൊ നോക്ക് നിങ്ങൾ, ഞാൻ കാണുന്ന അടുത്ത പുതിയ തലമുറയിലെ ഏറ്റവും വലിയ പ്രശ്നമായി കാണുന്ന നിങ്ങളുടെ മക്കളെ പറ്റിയാൽ മതി. നിങ്ങളുടെ കൗമാരപ്രായത്തിലെ മക്കൾ ഭാവിയിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ 2 പ്രശ്നം ഞാൻ കാണുന്നത്, ഒരു പ്രശ്നം എന്താണെന്നൊരു സുഹൃത്തുക്കളെ, മാനസികമായ കരുത്തില്ല. നിങ്ങൾ വായിച്ചില്ലേ, സ്പോർട്സിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന കുറച്ച് പെൺകുട്ടികൾ ഈ കഴിഞ്ഞ ദിവസം വിഷക്കായ കഴിച്ച് ആത്മഹത്യ ചെയ്തത് വായിച്ചില്ലേ സുഹൃത്തുക്കളെ? ആ കുട്ടികളുടെ മുഖം നിങ്ങൾ മറന്നുപോയോ? ജീവിതത്തിൽ വലിയ പ്രതീക്ഷകളുള്ള കായിക താരങ്ങളായി നല്ല സന്തോഷത്തോടെ ജീവിക്കേണ്ട ആ പെൺകുട്ടികൾ അമ്മയെയും അച്ഛനെയും ദുഃഖിപ്പിച്ച് മരിച്ചതെന്തേ? മനസ്സിന് ഉറപ്പില്ല. സുഹൃത്തുക്കളെ, മിക്കവാറും നമ്മുടെ ആളുകൾക്ക്, നമ്മുടെ ഭാര്യമാർ അസ്വസ്ഥരാണ്, പ്രായമായ മാതാപിതാക്കൾ അസ്വസ്ഥരാണ്. കാരണം മാനസിക അസ്വസ്ഥത, മനസ്സിന് ബലമില്ല. മനസ്സിന് എങ്ങനെ ബലം കിട്ടും സുഹൃത്തുക്കളെ? മനസ്സിന് ബലം കിട്ടാനുള്ള മാർഗം എന്തുള്ളൂ? നിങ്ങൾ മനസ്സിന് പ്രതീക്ഷകൾ വേണം. മനുഷ്യൻ ഭൂമിയിലെ ജീവിത സ്വപ്നങ്ങളിൽ മാത്രം മനുഷ്യന്റെ ജീവിതം പരിമിതമാകുമ്പോൾ മനുഷ്യന് നിരാശപ്പെടാനേ പറ്റൂ. ചിലതിനൊന്നും ഉത്തരം കാണാൻ പറ്റില്ല. ഞാൻ പറയും, ജനിക്കുമ്പോൾ തന്നെ ഒരു ഡോക്ടറുടെ ഫ്ലാറ്റിൽ പോയത് ഞാൻ ഓർക്കുന്നു. അവിടെ ചെന്നപ്പോൾ അദ്ദേഹം എനിക്ക് പോരാ സമയത്ത് കാണിച്ചു തന്നു, അവിടെ ബെഡ്റൂമിന്റെ കിടക്കിൽ ഒരു കുട്ടി കിടക്കുന്നു. സുഹൃത്തുക്കളെ, ആ കുട്ടിക്ക് 13 വയസ്സാണ് പ്രായം. വൈകല്യമാണ് ആ കുട്ടിക്ക്. ശരിക്കും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഇളകുമ്പോൾ ഒരു മാരകമായ പ്രയാസകരമായ അവസ്ഥയിലാണ്. സുഹൃത്തുക്കളെ, എന്തൊക്കെ രോഗങ്ങൾ ആളുകൾക്കുണ്ട്. നല്ല യുവത്വത്തിൽ ഭർത്താവ് ബൈക്ക് ആക്സിഡന്റിൽ മരിച്ച് ജീവിതകാലം മുഴുവൻ വിധവയായി ജീവിക്കുന്നവരുണ്ട്. അച്ഛനെ കാണാൻ, അമ്മയെ എനിക്ക് അച്ഛനെ ഒന്ന് കാണിച്ചു തരൂ എന്ന് ഗർഭത്തിലിരിക്കുമ്പോൾ പിതാവ് മരിച്ചുപോയ കുട്ടി അമ്മയോട് തേങ്ങിക്കരയുമ്പോൾ സുഹൃത്തുക്കളെ, എന്താണ് പരിഹാരം? ഒരു പ്രതീക്ഷ. ലോകത്തെല്ലാവർക്കും ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിലെ എന്ത് ദുരിതങ്ങൾക്കും എന്ത് പരീക്ഷണങ്ങൾക്കും ഒരു പ്രതിഫലം കിട്ടും. ഞങ്ങളൊക്കെ സ്കൂൾ പഠിച്ചപ്പോൾ വായിച്ചൊരു കവിത ഓർമ്മ വരും. ഒരു കണ്ണ് കാണാത്തൊരു കുട്ടി
ഉമ്മയോട് പറയുന്നുണ്ട്, യാ ഉമ്മി മാഷക്കുലുസ്സമായി വമല്ലിയായും, ഉമ്മ എനിക്കൊന്ന് പറഞ്ഞു തരൂ, എന്റെ കൂടെയുള്ള കുട്ടികൾ അമ്പിളിമാമൻ എന്ന് പറയുമ്പോൾ, സൂര്യൻ എന്ന് പറയുമ്പോൾ, ആകാശം എന്ന് പറയുമ്പോൾ, വെളിച്ചെന്ന് പറയുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാകുന്നില്ല ഉമ്മ, എനിക്കൊന്നും എനിക്ക് കണ്ണില്ലല്ലോ. ഉമ്മ, എന്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ ഈ കൈ കുത്തി പോകുന്ന വടിയാണ്. സുഹൃത്തുക്കളെ, ആ കുട്ടിക്കൊരു മറുപടി പറയാൻ എന്താണ്? നിത്യരോഗിയോട് നമുക്കൊരു മറുപടി പറയാൻ എന്താണ്? സുന്ദരമായ മറുപടി ഖുർആൻ പറഞ്ഞു. ആ മറുപടി കിട്ടിയാൽ എല്ലാവർക്കും സമാധാനമാകും. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. നിങ്ങളെ ഞാൻ പരീക്ഷിക്കും, ഒന്നില്ലെങ്കിൽ രോഗം, അല്ലെങ്കിൽ കൃഷിനാശം, അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക പ്രയാസങ്ങൾ, രോഗങ്ങൾ, നിങ്ങളെ ഞാൻ പരീക്ഷിക്കും. ആരാ പറയുന്ന സഹോദരങ്ങളെ? കരുണാവാരിധിയും അളവറ്റ ദയാപരനുമായ നാഥൻ. എന്നിട്ട് പറയാണ് സ്വാബിരിയും, ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. സുഹൃത്തുക്കളെ ഉറപ്പിച്ചോളി, രണ്ടും കണ്ണും കാണാതെ ഇവിടെ ജീവിച്ചാൽ സ്വർഗം അയാൾക്ക് ഉറപ്പ്. എന്താ സുഹൃത്തുക്കൾ സ്വർഗം എന്ന് പറഞ്ഞാൽ? ഒന്ന് കാശ്മീരിന്റെ ഭൂമി എന്ന് മനസ്സിൽ കണ്ടോക്കാണെങ്കിൽ, കാശ്മീരിന്റെ ഭൂമി മനസ്സിൽ കണ്ടോക്കാണെങ്കിൽ, ഈ ഭൂമിയിൽ തന്നെ സ്വർഗസുന്ദരമായ സ്ഥലങ്ങളുണ്ട്, മനോഹരമായ അരുവികളുണ്ട്. ഈ പ്രപഞ്ചത്തെക്കാളും വിശാലമായ ഒരു സ്വർഗ്ഗലോകത്തെ, മനുഷ്യൻ ഒരിക്കലും രോഗം വരാത്ത, ക്ഷീണം വരാത്ത ഒരു സ്വർഗത്തെ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുകയാണ്. ആ സ്വർഗത്തിൽ മനുഷ്യന്റെ വേദനകൾക്ക് പരിഹാരം. അപ്പോൾ രാത്രി വേദന കൊണ്ട് ഉറങ്ങാൻ പറ്റാത്ത അച്ഛനോട് പറയാം, അമ്മയോട് പറയാം, എന്ത്? ഈ ദുരിത വേദനകളുണ്ടല്ലോ, അത് ഒരു ആരാധന ചെയ്യുന്ന, പ്രാർത്ഥന ചെയ്യുന്ന പുണ്യപ്രവർത്തനത്തെക്കാളും വലിയ ഒരു പദവിയായി, പ്രതിഫലമായി നാളെ പരലോകത്ത് വരുന്നു. സുഹൃത്തുക്കളെ, സമാധാനം, മനസ്സുറപ്പ്, അതാണ് ഒന്ന് വേണ്ടത്. ആ മനസ്സാക്ഷ്യത്തിൽ പകരാൻ വിശ്വാസം കൊണ്ടേ പറ്റൂ. അല്ലെങ്കിൽ സുഹൃത്തുക്കളെ, ചെറിയ കാറ്റത്തും മഴയത്തും പറഞ്ഞു വീഴുന്ന ചെടി പോലെയാകും. ഖുർആൻ പറഞ്ഞ ഉപമയാണ്. വിശ്വാസം വേറുറക്കാത്തവന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഉപരിതലത്തിൽ തങ്ങുന്ന ചെറിയൊരു ചെടി, കാറ്റടിച്ചാൽ വീഴും. എന്നാൽ വിശ്വാസി എന്ന് പറഞ്ഞ മനുഷ്യനോ ആഴമായ വേഴുകളുണ്ട്. എത്ര കഠിനമായ കൊടുങ്കാറ്റ് വീശിയാലും ഒരിക്കലും അത് തകർന്നു വീഴുകയില്ല. അങ്ങനത്തെ ഒരു വിശ്വാസം മനസ്സിലില്ലെങ്കിൽ സുഹൃത്തുക്കളെ, ഇവിടെ സമാധാനം ഉണ്ടാവില്ല. രണ്ടാമത്തെ യുവതലമുറയിൽ കാണുന്ന അധാർമികതയാണ്. കഷ്ടമാണ് സുഹൃത്തുക്കളെ, അധാർമികതന്റെ അവസ്ഥ പറയാൻ പറ്റില്ല നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒരു 18 വയസ്സിന് താഴെ മദ്യപിക്കാത്ത ഒരാളെ തെരഞ്ഞു പോയാൽ കാണാൻ പറ്റില്ല. ഞങ്ങളെ പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. അതിലൊക്കെ ഞങ്ങൾ പോയിട്ട് നോക്കുമ്പോൾ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. 14 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആളുകൾ. സുഹൃത്തുക്കളെ, മദ്യം കുടിച്ച് 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 മദ്യം കൊണ്ടുവരാത്ത തിന്മകളുണ്ടോ? ഉമ്മുൽ ഖബായിസ്, എല്ലാ തിന്മ. മദ്യപാനി വ്യഭിചാരിയാണ്. കാരണം ഭാര്യയും അവനും കലഹത്തിലാണ്. പിന്നെ വ്യഭിചാരമല്ലാതെ എന്ത് മാർഗം? അവൻ മോഷ്ടാവാണ്. കാരണം വൈകുന്നേരം തന്നെ ലഹരി തീർക്കാൻ പണം എവിടെ നിന്ന് കിട്ടും? മോഷ്ടിക്കന്നെ, ഭാര്യനെയും അമ്മനെയും എല്ലാരെയും മോഷ്ടിക്കന്നെ. സുഹൃത്തുക്കളെ, കൊലപാതകിയാണ്. കയ്യിൽ കുടിക്കുന്ന ഗ്ലാസ് കൊണ്ട് സുഹൃത്തിന്റെ മുഖത്തേക്ക് വലിച്ചെറിയുന്നു. ലഹരി അടിച്ചു കയറുമ്പോൾ അവൻ കൊലപാതകിയാണ്. മദ്യം കൊലപാതകിയാണ്. വ്യഭിചാരിയാക്കും, മോഷ്ടാവാക്കും. സ്വന്തം അമ്മന്റെ മാറത്ത് ചവിട്ടുന്നവൻ, സുഹൃത്തുക്കൾ, അതിനേക്കാളും വൃത്തികെട്ടവർ ഈ ലോകത്തുണ്ടോ? പ്രവാചകന്റെ വാക്ക് ഉമ്മുൽ ഖബായിസ്. സുഹൃത്തുക്കളെ, സ്നേഹത്തോടുകൂടെ ഒരാളെ നമ്മളെ കയ്യിൽ കിട്ടിയ 2 ആഴ്ച കൊണ്ട് അവനെ ആ ദുരിതത്തിൽ രക്ഷപ്പെടുത്താൻ പറ്റും. അതെങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റുക? രക്ഷപ്പെടുത്താൻ മരുന്ന് കൊടുത്തിട്ട സുഹൃത്തുക്കളെ, അറിയാതെ പാല് കലക്കി കൊടുത്തിട്ട അല്ല. അവന്റെ ബോധമുണ്ടാകുമ്പോൾ അവന്റെ മനസ്സിനോട് പറയും, സുഹൃത്തെ, ഈ ലഹരിയുമായി നീ എങ്ങാനും ഓവുചാലിൽ കിടന്ന് അന്ധശ്വാസം വലിച്ചാൽ കാലാകാലം നീ നരകത്തിലായിരിക്കും. അവിടെ നിനക്ക് കുടിക്കാൻ തരുന്നത് മദ്യമല്ല, മറിച്ച് തീനത്തുൽ ഹബാൽ, ഏറ്റവും വൃത്തികെട്ടൊരു പാനീയം. നീ കുടിച്ച് 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 മരണമില്ലാത്ത ലോകത്ത് ജീവിക്കേണ്ടി വരും. സുഹൃത്തുക്കളെ, അത് പറയാൻ നമുക്ക് പറ്റും. ഞാൻ പറഞ്ഞത്, എല്ലാ തിന്മകളിൽ നിന്നും നമ്മുടെ പുതുതലമുറയെ രക്ഷപ്പെടുത്താൻ ഈ മതപരമായ ഉത്ബോധനങ്ങളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ഈ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്നത് വീട്ടിൽ കൊണ്ടുപോയി ലഘുലേഖ കൊടുക്കാൻ മാത്രമുള്ളതല്ല. ഞങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങളോടും അമുസ്ലിങ്ങളോടും ഒക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, സുഹൃത്തുക്കളെ, 23 കൊല്ലം കൊണ്ട് പ്രാക്ടിക്കലായി ആകാശ ലോകത്തു നിന്നും വന്ന ദൈവികമായ വെളിപാടുകളെ മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് മാതൃകാപരമായി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു കാണിച്ചു. ഏത് മഹാന്റെ ജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് ചെന്നാലും ആ മഹാനെപ്പറ്റി പഠിക്കേണ്ടിയിരുന്നില്ലെന്ന് നമുക്ക് തോന്നും. അയാളുടെ ജീവിത രഹസ്യങ്ങളും അയാളുടെ രതിവൈകൃതങ്ങളും വ്യക്തിത്വത്തിലെ അപാകതകളും കാണുമ്പോൾ ആ മഹാനെക്കുറിച്ച് നമുക്ക് വിഷമം തോന്നും. എന്നാൽ സുഹൃത്തുക്കളെ, ആ 23 കൊല്ല കാലഘട്ടത്തിലെ ജീവിതഘട്ടങ്ങളിൽ ആ വ്യക്തിത്വത്തിന് യോജിക്കാത്ത ഒന്നുപോലും ചൂണ്ടിക്കാണിക്കാൻ ലോകത്താർക്കും പറ്റാത്ത ആ പ്രവാചകൻ ലോകത്തിന് ഉത്തമ മാതൃക കാണിച്ചു. അതുകൊണ്ട് നമ്മൾ പറഞ്ഞത്, ആ മാതൃകയിലേക്ക് ലോകത്തെ തിരിച്ചു കൊണ്ടുവരിക.
എല്ലാറ്റിലും. എൻ്റെ സുഹൃത്ത് പറഞ്ഞ പോലെ താടി കാണുമെങ്കിൽ ബേജാറാണ് സുഹൃത്തുക്കളെ. ആ പ്രവാചകന്റെ മുഖത്ത് താടിയുള്ളത് കൊണ്ടാണ്. പർദ്ദയും ഒരല്പം ഇറങ്ങിയ മഫ്തയും കാണുമ്പോൾ നിങ്ങൾ ബേജാറാക്കണ്ട. ഖുർആനിൽ അങ്ങനെ തന്നെയാണ്. ഈ ശിരോവസ്ത്രങ്ങൾ മാറിടത്തിലൂടെ തൂക്കിയിടണം. സുഹൃത്തുക്കളെ, മാന്യമായൊരു വേഷമല്ലാതെ നമ്മുടെ സ്ത്രീകൾക്ക് സംരക്ഷണത്തിനൊരു മാർഗമില്ല. ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ പോയി നോക്ക് നിങ്ങൾ. ഒരു പെണ്ണ് വന്നിറങ്ങിയാൽ അടുത്ത വാഹനത്തിൽ കയറുന്നത് വരെ 100 കണ്ണുകൾ ആ സ്ത്രീയെ പിന്തുടരും. അത് കുറച്ചൊരു വേഷത്തിൽ അഡ്ജസ്റ്റ്മെന്റും കൂടി ഉണ്ടെങ്കിലോ പറയും വേണ്ട. ആ കണ്ണുകളിൽ നിന്ന്, ചെന്നായ കണ്ണുകളിൽ നിന്ന് മോചനമില്ല സുഹൃത്തുക്കളെ. നല്ലൊരു മാന്യമായ വേഷം ധരിക്കണമെന്ന് ഇസ്ലാം പറഞ്ഞതിൽ എന്തു തകരാറാണെന്ന് നമുക്ക് ദർശിക്കാൻ പറ്റുന്നില്ല. എല്ലാം അങ്ങനെയാണ് സുഹൃത്തുക്കളെ, എല്ലാം പ്രകൃതിക്ക് യോജിക്കുന്ന സത്യമാണ്. ഞാൻ ആലോചിക്കും, ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പലപ്പോഴും ചിന്തിക്കും സുഹൃത്തുക്കളെ, നമുക്ക് തന്നെയാണ് ഇതിന്റെ രക്ഷ. ഈ എൻ്റെ സുഹൃത്ത് പറഞ്ഞ മാതിരി ഈ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളൊക്കെ ഈ സമൂഹത്തിൽ നിന്ന് പോയ സുഹൃത്തുക്കളെ, എല്ലാ മതസ്ഥരും രക്ഷപ്പെടും. എല്ലാ മതസ്ഥരും രക്ഷപ്പെടും. ഞാൻ അധികം ഉദാഹരണം പറയാം. കാരണം ഈ ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ വാപ്പ മരിച്ചിട്ട് ഞാൻ അവിടെ പോയി. മരിച്ചു പോയി ആ മറവ് ചെയ്ത് കഴിഞ്ഞ ശേഷം നേരെ പള്ളിയിലേക്ക് വന്നപ്പോൾ എന്തുണ്ടായതരങ്ങൾ, അവിടെ പള്ളിന്റെ ആൾക്കാർ കാത്തു നിൽക്കുകയാണ്. കാത്തു നിന്നിട്ട് ഒരു വലിയൊരു റെസീറ്റ് ബുക്ക്, അതിൽ എത്രങ്ങാനും സാധനങ്ങൾ അറിയങ്ങൾ ഇങ്ങനെ എഴുതി അവസാനം 27,000 രൂപ 27,000 രൂപ വാപ്പ മരിച്ചതിന്റെ വക പള്ളിയിൽ അടക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ ഇസ്ലാമിന്റെ ഒരു മഹത്വം. ഒരാൾ മരിച്ച ഒരു എക്സ്പെൻസും ഇല്ല. കുളിപ്പിക്കാൻ ഒരു വെള്ളം ചൂടാക്കണോ വേണ്ട. കാരണം തണുത്ത വെള്ളമാണ് മരിച്ചു കിടക്കുന്ന തണുത്തൊരു ശരീരത്തിന് നല്ലത്. അത് ചുമന്നു കൊണ്ടുപോകേണ്ടത് സുഹൃത്തുക്കളുടെ ബാധ്യത. സുഹൃത്തുക്കൾ നോക്കൂ, നിങ്ങൾ മറവ് ചെയ്യാൻ ഒരു വിറകിന്റെ കൊള്ളി വേണോ? ഒരു ചെറിയ ഗ്യാസ് ലൈറ്റർ വേണോ? വേണ്ട സുഹൃത്തുക്കളെ, മണ്ണിലാണ് അടക്കം ചെയ്തത്. ആർക്കും ഒരു ദോഷമില്ല. നോക്കൂ നിങ്ങൾ, എത്ര ദ്രവിച്ചു പോകുന്ന ഒരു കോറ വസ്ത്രത്തിലെ അടക്കം ചെയ്യാൻ പറ്റും. എന്നിട്ട് സുഹൃത്തുക്കളെ, ആചാരങ്ങളെയും അനുഷ്ഠാനത്തിന്റെ പേരിൽ 3-ന് 7-ന് 40-ന് പിന്നെ കൊല്ലം ഞാൻ അങ്ങനെ ചിന്തിച്ച് നോക്കി. എൻ്റെ സുഹൃത്തിന്റെ ഉമ്മ മരിച്ചിട്ട് വീട്ടിൽ ചെന്ന് നോക്കുമ്പോൾ എന്താ നിങ്ങൾ, മയ്യത്ത് മറവ് ചെയ്ത് വീട്ടിൽ നിന്ന് അവിടെ നെയ്ച്ചോറിന്റെയും ബിരിയാണിന്റെ ഒക്കെ ഗന്ധം. ഇത് മരണവുമായി എന്ത് ബന്ധ സുഹൃത്തുക്കളുള്ളത്? നമ്മൾ മാറട്ടോ. ആചാരാനുഷ്ഠാനങ്ങളെ കൊണ്ട് ജനങ്ങൾ ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ലോകം ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. ചടങ്ങുകളെ കൊണ്ട് മാറും. ഒരു വിവാഹം നടക്കാൻ എന്തൊക്കെ പ്രശ്നം. ഞാൻ പറയും, പെൺകുട്ടികളൊക്കെ കല്യാണം മുടങ്ങിക്കിടക്കാണ് നമ്മുടെ നാട്ടിൽ. സുഹൃത്തുക്കളെ, ഇസ്ലാമിൽ ഒരു പെൺകുട്ടിന്റെ വിവാഹത്തിന് ആ പെൺകുട്ടിന്റെ രക്ഷിതാക്കൾക്ക് ഒന്നും ചെയ്യാല്ല. എനിക്കൊരു മകളുണ്ടെങ്കിൽ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കാൻ പിതാവായ ഞാൻ പോയിട്ട് ആ ചെക്കനൊരു പിരിവ് കൈ കൊടുത്താൽ മാത്രം മതി. എൻ്റെ മകളിനേക്ക് വിവാഹം കഴിച്ചെന്ന്. സദ്യ കൊടുക്കേണ്ടത് വരനാണ്. ആഭരണങ്ങൾ കൊടുക്കേണ്ടത്, മഹർ കൊടുക്കേണ്ടത്, വിവാഹമൂല്യം കൊടുക്കേണ്ടത് വരനാണ്. അവൾക്ക് വസ്ത്രം കൊടുക്കേണ്ടത് വരനാണ്. അവന്റെ വീട്ടിലെത്തിക്കാനുള്ള വാഹനം ഏർപ്പെടുത്തേണ്ടത് വരനാണ്. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നു. ഞാൻ പറഞ്ഞ സുഹൃത്തുക്കൾ, ഒരു വിപ്ലവം ഇവിടെ നടക്കണം. ഞങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. ആ പ്രവാചകന്റെ ഉത്തമമായ മാതൃക, കലർപ്പില്ലാത്ത ഇസ്ലാം ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും വന്നാൽ രക്ഷപ്പെടും സുഹൃത്തുക്കൾ. നമ്മുടെ ചില ആളുകളൊക്കെ ഈ കർമ്മങ്ങൾക്കും മന്ത്രവാദങ്ങൾക്കും ഹോമങ്ങൾക്കും വേണ്ടി കൊടുക്കുന്ന പണം സുഹൃത്തുക്കൾ ചെറുതല്ല. നോക്കൂ നിങ്ങൾ, ഇപ്പൊ ഒരു സ്ത്രീയെ ഡൈവേഴ്സ് ചെയ്തു. അവർ ചികിത്സക്ക് പോയതാണ്. ചികിത്സക്ക് പോയിട്ട് മക്കളെ കൂടെ ചികിത്സക്ക് പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് സുഹൃത്തുക്കളെ പീഡിപ്പിക്കപ്പെട്ട് ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ട് ആ പെണ്ണിനെ ഭർത്താവ് ഒഴിവാക്കി. 25,000 ഏലസ്, 50,000 ഉറുക്ക്. സുഹൃത്തുക്കളെ, എന്തൊക്കെ വീട്ടിലെ ശല്യം തീർക്കാൻ വീട്ടിൽ വലിയ പൂജാകർമ്മങ്ങൾ എന്തൊക്കെ. സുഹൃത്തുക്കളെ, ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു വിശ്വാസിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എല്ലാ ഒരു ബുദ്ധിമുട്ടും നീക്കാൻ, അള്ളാഹു തന്നൊരു ബുദ്ധിമുട്ട് നീക്കാൻ അള്ളാഹ്ക്കല്ലാതെ പറ്റൂല സുഹൃത്തുക്കളെ. അതുകൊണ്ട് പ്രാർത്ഥനകളും നമുക്ക് ചെയ്യാവുന്ന പ്രതിവിധികളുമല്ലാത്ത മാട്ടും മാരണങ്ങളും ഹോമങ്ങളും മന്ത്രവാദങ്ങളും എല്ലാം യഥാർത്ഥ വിശ്വാസം വരുമ്പോൾ ഇല്ലാതാവുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സുഹൃത്തുക്കളെ, സുന്ദരമായ ആ ഇസ്ലാമിന്റെ ആദർശങ്ങളെ, ആശയങ്ങളെ സമൂഹത്തിൽ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ശ്രമം സത്യസന്ധമായി, പ്രമാണബദ്ധമായി, ആരും ബേജാറാവണ്ട. ഒരു തീവ്രവാദം ഇവിടെ വരില്ല സുഹൃത്തുക്കളെ. ഞങ്ങൾക്കൊരു ബൗണ്ടറി ഉണ്ട്. എന്താ ബൗണ്ടറി? ലോകത്തിന്റെ ഏറ്റവും ഉത്തമരായ, ഏറ്റവും ഒന്നാമത്തെ പ്രഥമ സമൂഹം, ഉത്തമ ജനത, ആ സ്വഹാബത്ത്, ഉത്കൃഷ്ടർ, അവരെ കൊണ്ട് ലോകത്തൊരു കുഴപ്പമുണ്ടായിട്ടില്ല. അവരെ പോലെയാവുക, അവരെ വിശ്വാസത്തെ, ആചാരങ്ങളെ അതുപോലെ അനുധാവനം ചെയ്യുക. അതിനുവേണ്ടി ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന നമ്മളെ കൊണ്ട് ഒരു തീവ്രവാദമോ ഒരു പ്രശ്നമോ തൊട്ടടുത്ത അയൽവാസിക്കോ കൂടെ യാത്ര ചെയ്യുന്ന സുഹൃത്തിനോ ഒരു ചെറിയ വേദനയുടെ വാക്ക് പോലും സുഹൃത്തുക്കളെ
ഈ സുന്ദരമായ സത്യത്തിന്റെ സന്ദേശത്തിന്റെ പ്രചാരകരൊന്നും ഉണ്ടാവൂല. സുഹൃത്തുക്കളെ, ഈ ഇരിക്കുന്നവരോടും എനിക്ക് ചിലത് ബോധ്യപ്പെടുത്താൻ, അത് വാക്കുകളിലുള്ളൂ, തീർപ്പിക്കുന്നില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ ക്ഷീണിച്ചവരാണ്. നിങ്ങൾ ഇന്നത്തെ ഒരു ദിവസത്തെ അധ്വാനം ഇവിടെ പൂർത്തിയാക്കി വരികയാണ്. എനിക്ക് പറയാനുള്ളത്, ധാരാളക്കണക്കിന് മുസ്ലിം സഹോദരന്മാർ ഈ കോട്ടയത്തുണ്ട്. അവർക്കെല്ലാവർക്കും അറിയാം ഈ വിശ്വാസം സത്യമാണെന്ന്, ഇത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണമെന്ന്. പക്ഷേ സുഹൃത്തുക്കളെ, ദുർബലരായ നമ്മൾ കുറച്ചാളുകളും ഇതിൽ നല്ല മനസ്സുള്ള മറ്റു ചില ആളുകളുമാണ് നമ്മോട് സഹകരിച്ചത്. അതുകൊണ്ട് നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. ഒരു 10-18,000 വീടല്ലല്ലോ ഈ ജില്ലയിലുള്ളത്. സുഹൃത്തുക്കൾ, അത് പൂർത്തിയാക്കുമെന്ന പ്രതിജ്ഞയാണ് ഈ പന്തലിന്റെ കാലുകൾ അഴിക്കും മുമ്പ് എനിക്കും നിങ്ങൾക്ക് തീരുമാനിക്കാം. നമുക്കതിന് പറ്റുമെന്ന് ഇന്ന് തെളിഞ്ഞില്ലേ സുഹൃത്തുക്കളെ? മാത്രമല്ല, വലിയ സന്തോഷം. ഞാൻ ഇവിടുത്തെ വീടുകളിൽ കയറി പോയ ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്താ നിങ്ങൾ, ഇവിടുത്തെ ഹൈന്ദവ വീടുകളിൽ നിന്നൊക്കെ സ്വീകരണമാണ്. ഗേറ്റിലെത്തുമ്പോഴേക്കും വിളിച്ചു വരുത്തി, എന്താണ് നിങ്ങൾ പറയുന്നത്, പറയൂ, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം. ഒരു സുഹൃത്ത് ഇവിടെ വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്കോഡ് പോയ സ്ഥലത്തുള്ള 3 സുഹൃത്തുക്കൾ ഇവിടെ വന്നിരിക്കുന്നു, ഒരാൾ ഇപ്പം വരാമെന്ന് പറഞ്ഞ് ഫോൺ ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ, എന്തൊരു നല്ല പ്രതികരണം. പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് പരിചയമില്ലാത്ത മുഖങ്ങളും താടിയൊക്കെ കാണുമ്പോൾ ഒരു ഭീതിയല്ലേ വേണ്ടത്? എത്ര സ്നേഹത്തോടുകൂടെയാണ് ഈ കോട്ടയത്തെ വീടുകളിൽ ഞങ്ങളെ സ്വീകരിച്ചത് എന്ന്. അത്ര സ്വീകരണ മനസ്സോടുകൂടെ കാത്തു നിൽക്കുന്നവർക്ക് സുഹൃത്തുക്കളെ, ഒരു ലഘുരേഖ വായിക്കാൻ കൊണ്ടുപോയി കൊടുക്കാൻ സമയമില്ലെന്ന് ഇനി നാം പറയാം. നമ്മൾ എന്തായാലും അത് വീതിച്ചെടുത്തേ പറ്റൂ സുഹൃത്തുക്കളെ. അത് നമ്മളൊന്ന് പരിശ്രമിച്ചാൽ പറ്റും. നമ്മൾ അന്നേ പറഞ്ഞതാണ്, 25,000 ആളുകൾ ഒരു ദിവസം 3 മണിക്കൂർ മെനക്കെട്ടാൽ കേരളം മുഴുവൻ എത്താമെന്നുണ്ടെങ്കിൽ ഈ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും കോട്ടയം ജില്ലയിൽപ്പെട്ട ആളുകളാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ വിചാരിച്ചാൽ എത്തും. അത് നിങ്ങൾ എത്തിക്കണം. അത് നിങ്ങളൊരു പ്രതിജ്ഞയായി മനസ്സിൽ ഈ സമയത്ത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മുടെ ആളുകളിൽ ചില തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ അറിയാതെ കാര്യം, ശരിക്കും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവർ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. ഞാൻ പറയാം, ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ കാര്യങ്ങളിൽ സുഹൃത്തുക്കളെ, ദഅവാ രംഗത്തുള്ള ഒരാളെ നിർജീവമാക്കുക എന്ന് പറഞ്ഞാൽ കൊടിയ പാതകമാണ് കേട്ടോ അത്. ഈ കോട്ടയം ജില്ലയിലൊക്കെ ആക്റ്റീവായിട്ട് ഇത്തരം ലഘുലേഖകളും കാര്യങ്ങളും എത്തിക്കുന്ന ഒരു വ്യക്തിയെ നിർജീവമാക്കുന്നത് ആരായാലും അയാൾ ഒരു പിശാചിന്റെ പ്രതിരൂപമാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, കുറച്ച് അപൂർവതകളൊക്കെ മനുഷ്യന്മാരാകുമ്പോൾ നമുക്കുണ്ടാവില്ലേ? ഇപ്പൊ ഞാൻ ചോദിക്കണം, വെറുതെ ഇങ്ങനെ ഒരാൾ വന്ന് പറയുകയാണെന്ന്, ഇപ്പൊ നോക്ക്, നിങ്ങളിപ്പോൾ നമ്മുടെ പരിപാടിക്ക് ഫോട്ടോ എടുത്തു, അവിടെ ഫോട്ടോ എടുത്തു, ഇവിടെ ഫോട്ടോ എടുത്തു, ഈ ഫോട്ടോ ഒക്കെ നിഷിദ്ധമാക്കിയതല്ലേ സുഹൃത്തുക്കളെ? ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്, ഫോട്ടോ നിഷിദ്ധമാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ശരിയായ ഹദീസും കാര്യങ്ങളും ശരിക്ക് പരിശോധിച്ച് പറയണം. ഞാൻ റസൂലുള്ളാഹിന്റെ കാലത്ത് ഈ ക്യാമറ അല്ലല്ലോ സുഹൃത്തുക്കളെ. ഈ ക്യാമറ ഉണ്ടോ? ഈ ക്യാമറ അല്ലല്ലോ. ഈ ക്യാമറയാണ് റസൂലുള്ളാഹി പിന്നെ അൽ മുസബ്ബിറൂൻ അഷദ്ദുൽ അദാബി യൗമുൽ ഖിയാമ അൽ മുസബ്ബിറൂൻ എന്ന് പറഞ്ഞ മുസബ്ബിർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ക്യാമറയാണെന്ന് പറയാൻ സുഹൃത്തുക്കളെ എന്തു ധൈര്യമാണുള്ളത്? അപ്പൊ നല്ല സൂക്ഷ്മതയുള്ള ചില പണ്ഡിതന്മാർ പറഞ്ഞു, അത് യഥാർത്ഥത്തിൽ ഈ ക്യാമറ അതിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ക്യാമറയിൽ തന്നെ നഗ്ന ചിത്രങ്ങളും സ്ത്രീകളുടെ ചിത്രങ്ങളും ഒക്കെ പകർത്തത് ഹറാമിൽ വരും. ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിൽ വലിയ പ്രശ്നമില്ല. ഒരു പാസ്പോർട്ടിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനോ ലൈസൻസിന് വേണ്ടി ഫോട്ടോ എടുക്കുന്നതിനോ തെറ്റില്ല. പക്ഷേ ഈ ബിംബങ്ങൾ, രൂപങ്ങൾ, കളിമൺ പ്രതിമകൾ, ചിത്രങ്ങൾ, വരക്കൽ, ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞു. അപ്പൊ ഞാൻ പറയാ സുഹൃത്തുക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വിശ്വസിക്കുന്നു എന്ത്, ഈ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോ തന്നെയാണ് ആ ഹദീസിൽ. അതുകൊണ്ട് പരലോകത്ത് കഠിന ശിക്ഷയാണ്. അതുകൊണ്ട് ഐഡന്റിറ്റി കാർഡ് പറ്റില്ല, പാസ്പോർട്ട് പറ്റില്ല എന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, എനിക്ക് ആ സുഹൃത്തിനോട് പറയാനുള്ളത്, ഈ തൗഹീദ് എത്തിക്കുന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഒരു പ്രോത്സാഹനം തന്ന സുഹൃത്തെ, നീ ഞങ്ങളെ കൂടെ നിൽക്കൂ. നിനക്ക് അങ്ങനെ ഒരാശയമുണ്ടെങ്കിൽ നിന്റെ പാസ്പോർട്ട് കീറിക്കളഞ്ഞ്, നിന്റെ ലൈസൻസ് കയറിക്കളഞ്ഞ്, നിന്റെ ഭക്തിയോടുകൂടെ നീ ജീവിക്കൂ. സുഹൃത്തുക്കളെ, മാന്യമല്ല ഈ വാക്ക്? ദർഗകളിൽ സുജൂദ് ചെയ്യുന്നവർ, സത്യത്തെ അറിയാത്തവർ, പ്രവാചകന്മാരെ പൂജിക്കുന്നവർ, വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, സുഹൃത്തുക്കളെ, ഈ വിശാലമായ ലോകത്ത് ഈ സത്യത്തിന്റെ തൗഹീദിന്റെ സന്ദേശം എത്തിക്കുന്നതിന് കൂടെ വന്നാൽ എന്താ? അതിനുവേണ്ടി ഒരുങ്ങി ബാഗുമായി പോകുന്നൊരു സുഹൃത്തിനോട് അവരെ കൂടെ പോകണ്ടെന്ന് പറയുന്നതിന് ന്യായം എന്താണ് സുഹൃത്തുക്കളെ? ഞങ്ങൾക്ക് മനസ്സിലാകാത്തത് മാത്രമാണ്. ഒരാൾ എത്ര ഭക്തിയോടെ ജീവിക്കുന്നതിന് നമ്മൾ എതിരല്ല സുഹൃത്തുക്കളെ. എത്ര ഭക്തിയോടെ പ്രവാചകന്റെ അതേ വേഷം സ്വീകരിച്ചേ ഞാൻ നടക്കൂന്ന് വിചാരിച്ചാൽ അവൻ അനുവാദമുണ്ട്. ഈ നാട്ടിൽ അനുവാദമുണ്ട്, അതേ വേഷം ധരിക്കട്ടെ സുഹൃത്തുക്കളെ. എന്നാൽ നെരിയാണിക്ക് മേലെ വസ്ത്രമെടുത്ത ഒരാൾ നടന്നാൽ ഈ വസ്ത്രമിട്ട് നിന്റെ കൂടെ ഞാൻ നടക്കില്ലെന്ന് പറയാൻ സുഹൃത്തുക്കളെ ഇസ്ലാമിൽ എന്ത് വകുപ്പാണ്? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇത് ഏത് വിഭാഗം, മുസ്ലിങ്ങളിൽപ്പെട്ട ഏത് വിഭാഗക്കാരാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്? സുഹൃത്തുക്കളെ, മരിച്ചിട്ടൊരു ജീവിതം നിങ്ങൾക്ക് ബോധ്യമുണ്ടോ? അള്ളാഹു ഏകനാണെന്നും അള്ളാഹിനെ മാത്രമേ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ കൂടെ വരും സുഹൃത്തുക്കൾ, ഞങ്ങളെ കൂടെ വരും. ഞങ്ങളിത് തുറന്നാണ്. ഞങ്ങൾക്ക് ഗൂഢ മീറ്റിങ്ങുകളില്ല. ഞങ്ങളുടെ മീറ്റിങ്ങുകളിൽ നിഗൂഢതകളിൽ നിങ്ങൾക്ക് കയറിയിരിക്കാം, ഞങ്ങളുടെ സംസാരങ്ങൾ കേൾക്കാം, പങ്കുകൊള്ളാം.
ഇന്നലെ ഇവിടെ വന്നവരെ നമ്മൾ ആരെങ്കിലും സ്കൂട്ടനൈസ് ചെയ്തോ? എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് നോക്കിയോ? ക്ഷണക്കത്ത് പരിശോധിച്ചോ? ഗേറ്റിൽ കാവൽ നിന്നോ? വന്നവരെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ സ്വീകരിച്ചു. ഇത് സുതാര്യമാണ്, നിഗൂഢതകളില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ സഹകരിക്കണം. ഇനി വരാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിയോസ്ക് എല്ലാ ടൗണുകളിലും ചെറിയൊരു ഒരു കിയോസ്ക് വെച്ച് അവിടെ ലഘുലേഖകൾ കൊടുത്ത അങ്ങാടിയിലുള്ള ആളുകളെ ക്ഷണിക്കുവാനുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇനി വരാൻ പോവുകയാണ്. നമ്മുടെ ഓരോ വീടുകളിൽ, നിങ്ങളുടെ നാട്ടിലൊരു വീടുണ്ടെങ്കിൽ, ഒറ്റ വീടുണ്ടെങ്കിൽ ആ വീട് മുറ്റം നിങ്ങൾക്ക് അനുവദിക്കുമെങ്കിൽ പരിസരത്ത് 100 വീട്ടിൽ നിങ്ങൾ കയറുക, അവിടേക്ക് ക്ഷണിക്കുക, അതിന് ചെറിയ റൂട്ട് മാപ്പ് ഉണ്ടാക്കുക. ആ വീടുകൾ കവർ ചെയ്തു എന്ന് നിങ്ങളുടെ ജില്ലയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ നിങ്ങൾ അറിയിക്കുക. അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ഇടുക്കി ജില്ലയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. സുഹൃത്തുക്കളെ, ഇതുപോലൊരു എൻലൈറ്റിംഗ് കോൺഫറൻസ് നിങ്ങൾക്ക് അവിടെ നടത്താൻ ബാധ്യതയുണ്ട്. അതിന് ഡേറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആ ഡേറ്റ് വരെ അതിനുവേണ്ടി ഭംഗിയായി പ്രവർത്തിച്ച് ഒരുപക്ഷെ എൻലൈറ്റിംഗ് കോൺഫറൻസ് പൂർത്തിയാകുന്ന അന്നത്തോടുകൂടെ ജില്ലയിലെ മൊത്തം വീടുകളും എത്തുമെന്ന് തീരുമാനിച്ചിട്ടാണ് ആ ജില്ലൻ്റെ ആളുകൾ ഇവിടെ നിന്നും പോകേണ്ടത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ സുഹൃത്തുക്കളെ, ഈ പ്രവർത്തനങ്ങളെ കോർഡിനേറ്റ് കൊണ്ടുപോകാൻ ചെയ്യുന്ന ഒരു കൂട്ടായ്മ നമുക്കുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അതിൻ്റെ സ്റ്റേറ്റ് ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും പല ജില്ലകളിൽ നിന്ന് വന്ന ആളുകളും എല്ലാവരും ഇവിടെയുണ്ട്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നിങ്ങൾക്കറിയാം, നമ്മുടെ ജാമിഅത്തുൽ ഹിന്ദ് ഇന്ത്യയിലെ ഏതൊരു മുസ്ലിം വിദ്യാർത്ഥിക്കും വന്ന് പഠിക്കാവുന്ന രൂപത്തിലുള്ള ഒരു ഇസ്ലാമിക സ്ഥാപനം നമുക്കുണ്ട് മലപ്പുറത്ത് മിനി ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഏകദേശം 1 വർഷം കൊണ്ട് മാത്രം 5 നിലയിലൊരു കെട്ടിടം ഉയർന്നു വന്നു. നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യം ഞങ്ങൾ അഡ്മിഷൻ ക്യാമ്പ് വെച്ചപ്പോൾ ഏകദേശം 120 കുട്ടികളിലധികം അവിടെ SLC പാസ്സായ കുട്ടികൾ അഡ്മിഷന് വേണ്ടി വന്നു. ഒരു 90 പേരെ എടുക്കാനുള്ള സൗകര്യങ്ങളെ അവിടെ ഉള്ളൂ. ദീൻ പഠിക്കുവാനും അറബി ഭാഷ പഠിക്കുവാനും നല്ല ഇസ്ലാമിക പ്രബോധകന്മാരാകാനും ആഗ്രഹിക്കുന്ന ഒരു പുതിയ തലമുറ നമ്മുടെ മുമ്പിൽ കാത്തു നിൽക്കുന്നു. സഹോദരങ്ങളെ, ഒട്ടനവധി സൗകര്യങ്ങളും സംവിധാനങ്ങളുമുണ്ട്. എനിക്ക് പറയാനുള്ള ഒരു വിശാലമായ ഐക്യം നമ്മൾക്കുണ്ടാവണം സുഹൃത്തുക്കളെ. ഇവിടെയുള്ള പൊതുസ്ഥാപനങ്ങൾ ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടുത്തെ പള്ളികളൊക്കെ ഒരു പക്ഷേ ആദർശപരമായി മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു നിലക്കും അംഗീകരിക്കാൻ പറ്റാത്ത ആളുകൾ ഈ പരിസരത്തുള്ള പള്ളികൾ നമുക്ക് വളരെ സ്വാതന്ത്ര്യത്തോടെ വിട്ടു തന്നിരിക്കുകയാണ്. ഒരു പക്ഷേ ഞങ്ങളുടെ നാട്ടിൽ പോലും ഇങ്ങനത്തെ കാഴ്ച കാണാൻ പറ്റില്ല. ഈ കോട്ടയത്തുള്ള മുസ്ലിം സുഹൃത്തുക്കളുടെ, സഹോദരങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും ഒരു മനസ്സ് എന്തായാലും നമ്മുടെ മനസ്സിൽ ആനന്ദം പകരുന്നുണ്ട്. ആ പള്ളികൾ തുറന്നിട്ടിരിക്കുകയാണ്. അവിടുത്തെ ബാത്റൂമുകളും അവിടുത്തെ ഫാനും എല്ലാം ഉപയോഗിച്ചാണ് നമ്മൾ പല കാര്യങ്ങൾ നമ്മൾ. ആ ഒരു മനസ്സ് എല്ലാവർക്കും വേണം. ഞാൻ പറഞ്ഞ സ്വാഭാവികമായും സുഹൃത്തുക്കൾ, ചില പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ എനിക്ക് ചെറിയ തടസ്സങ്ങളുണ്ട്. ആ തടസ്സങ്ങളൊക്കെ ഉണ്ടാവുന്നത് 1-2 വ്യക്തികളുടെ തെറ്റായ ചിന്തകളെ കൊണ്ട് മാത്രങ്ങളെ കൊണ്ടാണ്. ഒരുപക്ഷെ നമുക്കെല്ലാം പരസ്പരം സംസാരിച്ചും സ്നേഹിച്ചും നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെയും പൊതുവായി കാണുവാനും, എന്നാൽ നമ്മുടെ ആദർശങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാതെ ഒരു പൊതു കാര്യങ്ങളിൽ യോജിക്കാവുന്ന കാര്യങ്ങളിൽ യോജിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റും. ആ ഒരു ഐക്യത്തിൻ്റെ മനസ്സ് ഈ പിരിഞ്ഞു പോകുമ്പോൾ നമുക്കുണ്ടാവണം. ഈ ഒരു മഹത്തായ ദൗത്യം, ഈ വിസ്ഡത്തിൻ്റെ മഹത്തായ ദൗത്യം ലോകത്തൊട്ടുക്കും സജീവമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ കോട്ടയം ജില്ലയിലെ ബാക്കി കാര്യങ്ങളും ഏറ്റെടുക്കാമെന്ന ഒരു മനസ്സോടുകൂടെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഇത് സംഘടിപ്പിച്ച ആളുകൾക്ക് ധാരാളം ചെലവുകളുണ്ട്. ആ ചെലവുകളിൽ നിങ്ങളൊക്കെ നിങ്ങളുടേതായ നിലക്കുള്ള പങ്കുകൾ നിർവഹിക്കണം. ഞാൻ ദീർഘിച്ച് പറയുന്നില്ല സഹോദരങ്ങളെ. ഇവിടെ വളരെ ബുദ്ധിമുട്ടി ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നവർക്കും ഇതിനു വേണ്ടി പണം ചെലവഴിച്ചവർക്കും ഇത് കഴിയുന്നതുവരെ ഇതിൻ്റെ പേരിൽ ടെൻഷൻ അനുഭവിച്ച ഇതിൻ്റെ മുഖ്യ സംഘാടകർക്കും എല്ലാം അള്ളാഹു അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ. നാഥ, നിന്റെ സത്യസന്ദേശത്തെ ലോകത്തെത്തിക്കുവാനുള്ള ഈ പരിശ്രമങ്ങളെ പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ നീ സഹായിക്കണമേ. നാഥ, ഞങ്ങളുടെ ഈ നിഷ്കളങ്കമായ ഉദ്ദേശം മറ്റുള്ളവർക്ക് നീ ബോധ്യപ്പെടുത്തുകയാവേ. നിന്റെ ഈ സത്യസന്ദേശത്തെയും ഏകദൈവ വിശ്വാസത്തെയും ശരിയായ രൂപത്തിൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാൻ ഉള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമേ. നാഥ, റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന